ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് സ്ട്രക്ചർ ഓഫ് ദി എർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ആൾറെഡി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തത് 3ാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ് എല്ലാം ഈ ചാനലിലെ ക്ലാസ് എല്ലാം അത്യാവശ്യം ലെങ്തി ആയിരിക്കും. കഴിഞ്ഞ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. സോ ലെങ്തി ക്ലാസ്സുകൾ ഇടുമ്പോൾ പലപ്പോഴും കാണാൻ ആൾക്കാർ വളരെ കുറവാണ്. എങ്കിലും എനിക്കത് പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയും ഇപ്പോൾ 1 മണിക്കൂറത്തെ ക്ലാസ് യൂട്യൂബിൻ്റെ അകത്ത് കുത്തിയിരുന്ന് അത്രയും കണ്ടതിന് ശേഷം അതിൽ കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാർ അത്രത്തോളം PSC സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന ആൾക്കാരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഡിഗ്രി ലെവൽ വരെ, ഇപ്പോൾ LGS മുതൽ ഡിഗ്രി വരെ A to Z പോയിന്റ്സ് കവർ ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെയും പറയുന്നു, SCRT NCRT കംപ്ലീറ്റ് കവർ ചെയ്യുന്നു. കാരണം ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് അവിടെ നിന്നൊക്കെയാണ്. സോ കവർ ചെയ്യുമ്പോൾ അവിടെ സമയം കൂടുതലായിരിക്കും. ഇന്നത്തെ ക്ലാസ്സും അത്യാവശ്യം ലെങ്തി ക്ലാസ് തന്നെ ആയിരിക്കും. സോ ദയവ് ചെയ്ത് നിങ്ങൾ നോട്ടൊക്കെ എഴുതിയെടുക്കുക. ഇൻ കേസ് 1 മണിക്കൂറത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നില്ല, പിന്നെ കണ്ട് നോട്ട് എഴുതിയെടുത്ത് പക്കയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ലാസ് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ കമന്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. കമന്റ് കാണുമ്പോൾ ഒന്നാമത്തേത് സന്തോഷം ഉണ്ടാകും, രണ്ടാമത്തേത് ഇങ്ങനെ എടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. സോ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഈ ക്രസ്റ്റ്, മാന്റില്, കോറ് അതിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് 1-2 ബേസിക് ഐഡിയാസ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണോടാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണേ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് ആണ് അല്ലെ. അതിൽ നമ്മൾ ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ആദ്യം ചർച്ച ചെയ്തത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും ഭൂമിയുടെ താഴേക്ക് പോവുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മനുഷ്യൻ ഇതുവരെ 12 കിലോമീറ്റർ മാത്രമാണ് എടുത്ത കുഴിയിലെ ഏറ്റവും, അതായത് മനുഷ്യൻ എടുത്ത ഏറ്റവും വലിയ കുഴി എത്രയാണ്? വെറും 12 കിലോമീറ്റർ മാത്രമാണ്. എന്തുകൊണ്ട് നമുക്ക് താഴോട്ട് കൂടുതൽ അക്സസബിൾ അല്ല, അല്ലെങ്കിൽ കൂടുതൽ താഴോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ താഴോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യുന്നു, കൂടുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യില്ല, പറ്റില്ല, പാടാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ എങ്ങനെയാണ് താഴത്തെ കാര്യങ്ങളെ പറ്റി, ഭൂമി ഇതാണെങ്കിൽ ഭൂമിയുടെ ഉൾഭാഗത്തെ പറ്റി നമ്മൾ എങ്ങനെയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ക്രസ്റ്റ്, മാന്റിൽ എന്നൊക്കെ പറഞ്ഞ് തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കുറച്ച് സോഴ്സസ് ഉണ്ട് അല്ലേ. സോ ഭൂമിയുടെ ഇന്റീരിയറിനെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സോഴ്സസ് ഉണ്ട് അല്ലേ. ആ സോഴ്സസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് ഡയറക്റ്റ് സോഴ്സ് എന്ന് നമ്മൾ തിരിക്കുന്നു, മറ്റൊന്ന് ഇൻഡയറക്റ്റ് സോഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കിയടാ, UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്. UPSC ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഇവിടെ ഡയറക്റ്റ് സോഴ്സിന്റെ അകത്ത് എന്താണ് ഡയറക്റ്റ് സോഴ്സ്? നമുക്ക് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഏതാണ്? അഗ്നിപർവ്വതമാണ് അല്ലെ. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കിട്ടുന്ന ഡേറ്റാസ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് റോക്കാണ് അല്ലെ, സർഫസ് റോക്സ്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ പറയുന്നത് മൈനിങ് ആണ്, മലയാളത്തിൽ പറഞ്ഞാൽ ഖനനം അല്ലെ. ഖനനം, ഡ്രില്ലിങ്ങും മൈനിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റും, ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഡയറക്റ്റ് സോഴ്സിന്റെ അകത്ത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇൻഡയറക്റ്റ് സോഴ്സിന്റെ അകത്ത് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ച ഒന്നാമത്തെ കേസാണ് നമ്മുടെ ഗ്രാവിറ്റി അല്ലെ. ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചറിലും പ്രഷറിലും വേരിയേഷൻസ് വെച്ച് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഇനി അടുത്തത് ഉൽക്കകൾ അല്ലെ. ഉൽക്ക എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് അല്ലെ, ഇത് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഏത്? സീസ്മിക് ആക്ടിവിറ്റീസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? സീസ്മിക് ആക്ടിവിറ്റീസ്. സോ സീസ്മിക് ആക്ടിവിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. സോ സീസ്മിക് ആക്ടിവിറ്റിയെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു സീസ്മിക് വേവ്സ്. ക്ലിയർ? സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ് എന്താണ്? ഈ സീസ്മിക് വേവ് എന്ന് പറയുന്നത്, സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ഉണ്ടാവുന്ന സമയത്ത് അല്ലെ, അതായത് ഭൂകമ്പം, എർത്ത് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന വേവ്സ് ആണ് ഇത് സീസ്മിക് വേവ്സ്. ഈ സീസ്മിക് വേവ്സിനെ പറ്റി നമ്മൾ അടുത്ത പഠിച്ച പോയിന്റ് എന്താണ്? സീസ്മിക് വേവ്സ് ഒരു മെക്കാനിക്കൽ വേവ് ആണ് അല്ലെ, അതൊരു മെക്കാനിക്കൽ വേവ് ആണെന്ന് പഠിച്ചു. എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണ്? യാന്ത്രിക തരംഗം. ക്ലിയർ? ഇനി അതിനുശേഷം നമ്മൾ ഈ സീസ്മിക് വേവ്സിനെ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയായിട്ട് തിരിച്ചു? ഒന്ന് ബോഡി വേവ് എന്ന് പറഞ്ഞ് തിരിച്ചു, മറ്റൊന്ന് ഏതാണ്? സർഫസ് വേവ്. എന്തുകൊണ്ട് ഞാനിത് പിന്നെയും ഒന്നുകൂടി പറയുന്നു എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ആണ്.
നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്പീഡിൽ ഒന്നും കൂടെ പറയുമ്പോൾ അതൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് കയറും. അപ്പം പിന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ ഒരു 3 സെക്ഷനാക്കി നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആദ്യം ഞാൻ പറയും, അതിൻ്റെ ഒരു ഐഡിയ തേർഡ് ക്ലാസ്സിൻ്റെ ആദ്യം പറയും. അപ്പോൾ അതൊരു റിവിഷനും കൂടിയായി മാറും. ഇനി ഇതെല്ലാം ചേർത്ത് നമ്മളൊരു എക്സാം ടെലഗ്രാമിലും നടത്തും. ശരി, അങ്ങനെയാണെങ്കിൽ ബോഡി വേവും ഉണ്ട്, സർഫസ് വേവും ഉണ്ട്. സീസ്മിക് വേവിനെ എർത്തിക്ക് കൊണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവ്സ് ആണ് ഏതെന്ന് പറയുന്നത് സീസ്മിക് വേവ്സ്. ഈ സീസ്മിക് വേവ്സിനെ നമ്മൾ രണ്ടായി തിരിച്ചു, ബോഡി വേവ് എന്നും സർഫസ് വേവ് എന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ബോഡി വേവില്ലേ, ഈ ബോഡി വേവിനെ പിന്നെയും നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ് തിരിക്കുന്നത്? ഒന്ന് പ്രൈമറി വേവ്സ്, അതിനെ നമ്മൾ പി വേവ്സ് എന്ന് പറയുന്നു. രണ്ടാമത് സെക്കൻഡറി വേവ്സ്, അതിനെ നമ്മൾ എസ് വേവ്സ് എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. സർഫസ് വേവിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടായി തിരിക്കുന്നു. ഒന്ന് നമ്മുടെ ലവ് വേവ്, ഒന്ന് ലവ് വേവ് എന്നും തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ തിരിക്കുന്നതാണ് റിലേ വേവ്സ് അല്ലെ. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. ഇതിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി എന്താണ് ഈ ബോഡി വേവ്സ് എന്ന് വെച്ചാൽ സിംപിളി നിങ്ങൾ പറയണം, ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഭൂമിയുടെ അകത്താണ് എർത്തിക്വക്ക് ഉണ്ടാവുന്നത്. ഈ എർത്തിക്വക്ക് ഉണ്ടായിട്ട് ഈ വേവ്സ് നമ്മുടെ സീസ്മിക് വേവ്സ് ഉണ്ടാവുന്നു. ഈ സീസ്മിക് വേവ്സ് ഇങ്ങനെ വന്നിട്ട് ഭൂമിയുടെ സർഫസിൽ എന്ത് ചെയ്യുന്നു? തൊടുന്നു. അപ്പം ആദ്യം സഞ്ചരിക്കുന്നത് ഭൂമിയുടെ അകത്തൂടെയാണ് അല്ലേ. ഭൂമിയുടെ അകത്താണ് എന്തുണ്ടായത്? എർത്തിക്വക്ക് ഉണ്ടായത്. അവിടെ നിന്ന് വേവ്സ് ആയിട്ട് എനർജി സഞ്ചരിക്കുകയാണ്. സോ അപ്പം എർത്തിക്വക്ക് ഉണ്ടായിട്ട് ഇങ്ങനെ വേവ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് ദാണ്ട ഭൂമിയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോഡി വേവ്സ്. ഈ ബോഡി വേവ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം വന്ന് എവിടെ തട്ടും? സർഫസിൽ തട്ടും. സർഫസിൽ തട്ടിയാൽ അവിടെ നിന്ന് ന്യൂ സെറ്റ് ഓഫ് വേവ് ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് സർഫസ് വേവ്. ഇത് നമ്മൾ പക്ക ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ നിങ്ങൾക്ക് റിവിഷൻ ആകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നോക്ക്, നമ്മുടെ എർത്തിന്റെ അകത്ത് എൻ്റെ ഈ ഗസ്റ്ററും ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ ഡിസ്റ്റർബ് ആവും. പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വേറെ വഴിയില്ലടാ, അതുകൊണ്ടാണ്. സോ നോയിക്കോ, ഇത് നമ്മുടെ എർത്തിന്റെ അകത്ത് ഒരു പോയിന്റിൽ നിന്ന് എർത്തിക്വക്ക് ഉണ്ടാകുന്നു. എർത്തിക്വക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേവ് ഇങ്ങനെ വന്ന് സർഫസിൽ തട്ടുന്നു. അത് ഭൂമിയുടെ അകത്തൂടെ ആ വേവ് സഞ്ചരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ബോഡി വേവ്. വിത്തിൻ ദ ബോഡി വേവ്, അതായത് ഭൂമിക്കുള്ളിൽ സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സർഫസ് വേവ്. ശരി, അങ്ങനെയാണെങ്കിൽ സർഫസിൽ തട്ടുമ്പോൾ ഒരു ന്യൂ സെറ്റ് ഓഫ് വേവ് ആണ് ഉണ്ടാകുന്നത്. അതാണ് സർഫസ് വേവ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇതിൽ ബോഡി വേവിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു അല്ലേ, പി വേവും അതുപോലെ തന്നെ എസ് വേവും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള ഇത് ഇങ്ങനെ പോകുന്ന ഫുള്ളായിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബോഡി വേവ്സ് എന്നാണ്. ഇതിലെന്താണ് പി വേവ്സ്? ഇതിൽ ആദ്യം സർഫസിൽ എത്തുന്ന വേവ്സ് ആണ് പ്രൈമറി വേവ്സ് അഥവാ പി വേവ്സ്. ഇവിടെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ പി വേവ്സിന്റെ പ്രത്യേകത അത് സോളിഡിലൂടെയും ലിക്വിഡിലും അതേപോലെ ഗ്യാസിൽ കൂടിയും സഞ്ചരിക്കും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മൂന്നിൽ കൂടിയും ഏത് സഞ്ചരിക്കും? പി വേവ്സ് സഞ്ചരിക്കും. എന്നാൽ എസ് വേവ്സ് സോളിഡിൽ കൂടി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ചതാണ്, സോളിഡിൽ കൂടി മാത്രമേ ഏത് സഞ്ചരിക്കുകയുള്ളൂ? സെക്കൻഡറി വേവ്സ് സഞ്ചരിക്കാറുള്ളൂ. ഇനി ലവ് വേവും റിലേ വേവും അവിടെ നമുക്ക് പറയാമില്ല, സർഫസിൽ കൂടി ആയതുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ സീസ്മിക് വേവിൽ ഏറ്റവും കൂടുതൽ വിനാശകാരി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിനാശകാരി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ളത് ആരാണ്? അത് സർഫസ് വേവ് ആണ് അല്ലേ. ഇനി ബോഡി വേവ്സിന്റെ അകത്ത് നോക്ക്, ബോഡി വേവ്സിൽ ഏറ്റവും കൂടുതൽ അപകടകാരി ആരാണെന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡറി വേവ് ആണെന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക, സീസ്മിക് വേവ്സിൽ അല്ലെങ്കിൽ ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും അപകടകാരി ആരാണ്? ഒന്നും നോക്കണ്ട, സർഫസ് വേവ്. ഇതിന് രണ്ടിനെയും ചേർത്താണ് പറയുന്നത് സർഫസ് വേവ്. എന്നാൽ ബോഡി വേവ്സിന്റെ അകത്ത് ഏറ്റവും അപകടകാരി ആയിരുന്നു എങ്കിൽ PS ചോദിച്ചാൽ നമുക്ക് എന്ന് പറയാം? എസ് വേവ് എന്ന് പറയാം. ഇനി പി വേവ്സ് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിൽ കൂടിയും സഞ്ചരിക്കും. അതിലും ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏതിലാണ്? സോളിഡിൽ കൂടിയാണ്. ക്ലിയർ ആയോ? സോളിഡിലും ലിക്വിഡിലും ഗ്യാസിൽ കൂടിയും എസ് വേവ് സഞ്ചരിക്കും. പി വേവ് പ്രൈമറി വേവ് സഞ്ചരിക്കും. അതിൽ പ്രൈമറി വേവ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏതിലൂടെയാണ്? സോളിഡിൽ കൂടിയാണ്. ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞേ. ഇനി നമുക്ക് ഇവിടെ പോവാം, ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടന്റിലോട്ട് പോവാം. ഇതുവരെ ഞാൻ നടത്തിയത് നേരത്തെ ഒരു റിവിഷൻ ആണ്, നിങ്ങൾക്ക് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ ക്ലാസ് കണ്ട കുട്ടികൾക്കറിയാം, ഇങ്ങനെയൊന്നും നമ്മൾ ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്തത് പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ എർത്തിക്വക്കുമായി ബന്ധപ്പെട്ട 1-2 ടേംസ് ആണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ആണ്, പക്ഷെ ഇൻ കേസ് PS ചോദിച്ചാലോ സ്ഥിരം UPSC കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ. അത് മാത്രമല്ല NCERT-യിലുണ്ട്. സോ നോക്കിക്കോ, നിങ്ങൾ ഇവിടെ നിന്നാണ് ഈ പോയിന്റിൽ നിന്നാണ് എർത്തിക്വക്ക് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ എർത്തിക്വക്ക് ഉണ്ടായിട്ട് വേവ്സ് ഇങ്ങനെ എന്ത് ചെയ്യും? സഞ്ചരിക്കും. സോ എർത്തിക്വക്ക് ഒറിജിനേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഭൂകമ്പങ്ങൾ ഉണ്ടായ ആ ഒരു പോയിന്റ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോസെന്റർ അഥവാ ഫോക്കസ്. ക്ലിയർ ആയോ? ഹൈപ്പോസെന്റർ അഥവാ ഫോക്കസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഹൈപ്പോസെന്റർ അഥവാ ഫോക്കസ് എന്നാണ് നമ്മൾ ആ ഒരു ഒറ്റ പോയിന്റ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ക്ലിയർ? എവിടെ നിന്നാണോ എർത്തിക്വക്ക് ഒറിജിനേറ്റ് ചെയ്തത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോസെന്റർ. പോയിന്റ് വിത്തിൻ ദ എർത്ത് വേർ ദ എർത്തിക്വക്സ് ഒറിജിനേറ്റ്.
അതായത് എർത്തിന്റെ അകത്തുള്ള പോയിന്റ് എവിടെ നിന്നാണ് എർത്ത് ക്യൂക്ക് ഒറിജിനേറ്റ് ആയത് ഉണ്ടായത്. ഇനി നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് എപ്പി സെന്റർ. എന്താണ് പേര്? എപ്പി സെന്റർ. മലയാളമില്ല, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. എപ്പി സെന്റർ. സോ എന്താണ് എപ്പി സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഈ എർത്ത് ക്യൂക്ക് ഉണ്ടായ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് നേരെ മുകളിലുള്ള സർഫസിലെ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പി സെന്റർ. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതാണ് എർത്ത് ക്യൂക്ക് അഥവാ ഭൂകമ്പം ഉണ്ടായ പോയിന്റ്, അത് ഹൈപ്പോ സെന്റർ. ഇതിന്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് സർഫസിലുള്ള ഈ പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പി സെന്റർ. സോ പോയിന്റ് ഓൺ ദ എർത്ത് സർഫസ് ഡയറക്ട്ലി എബോവ് ദ ഫോക്കസ്. ഫോക്കസിന് മുകളിലോട്ടുള്ള, അതായത് ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ, അതിന് നേരെ മുകളിലുള്ള സർഫസിലെ പോയിന്റ് ആണ് എപ്പി സെന്റർ. എന്താണ് എപ്പി സെന്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എടാ നോർമലി ഇതാ ഈ വേവ് ഇങ്ങനെ സഞ്ചരിച്ച് ഇതാ ഇവിടെ നിന്ന് വേവ് എല്ലാ സ്ഥലത്തും എത്തും. പക്ഷേ ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് കുറവായിരിക്കും. എന്നാൽ ഇതിന്റെ നേരെ മുകളിലുള്ള എപ്പി സെന്ററിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ക്ലിയർ? ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് സർഫസിൽ എപ്പി സെന്ററിലായിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഈ ഇവിടെ എല്ലാം ഉണ്ട്, ഇതിന്റെ നേരെ മുകളിൽ, അപ്പോൾ കുറച്ച് സഞ്ചരിക്കുന്നതിന് ഇവിടെ എത്തും. സോ ആ പോയിന്റ് ആണ് എന്ന് പറയുന്നത് എപ്പി സെന്റർ. ക്ലിയർ? അപ്പൊ ചോദിക്കും, PSC ചോദിക്കും, ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സർഫസിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ആ പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഏത് പോയിന്റ് ആണ്? എപ്പി സെന്റർ ആണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭൂമിയാണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണേടാ, ഇത് ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ ക്ലിയർ, ഇവിടെ എർത്ത് കൊണ്ടായെന്ന് വിചാരിച്ചു ഫോർ എക്സാമ്പിൾ. അപ്പൊ ഇവിടെ നിന്ന് വേവ്സ് ഇങ്ങനെ വരും, ബോഡി വേവ്സ് വരും. ക്ലിയർ ആയോ? പ്രൈമറി വേവ്സിനെയും സെക്കൻഡറി വേവിനെയും ചേർത്താണ് ഞാൻ എന്തെന്ന് വിളിച്ചത്? ബോഡി വേവ്സ് എന്ന് വിളിച്ചത്. ഈ വേവ്സ് ഭൂമിയുടെ എല്ലാ സ്ഥലത്തും എത്തും നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? എല്ലായിടത്തും ഇത് എന്ത് ചെയ്യും? എത്തും. ഇതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ താഴെയാണ് ഒരു എർത്ത് കൊണ്ടായെന്ന് ജസ്റ്റ് ചുമ്മാ സങ്കല്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എർത്ത് സീസ്മിക് വേവ്സ് നമ്മൾ പിടിച്ചെടുക്കുന്നതാണ് സീസ്മോഗ്രാഫ് അല്ലേ? ഈ സർഫസിലെ സീസ്മോഗ്രാഫിലാണ് ഈ സീസ്മിക് വേവ് വന്നിട്ട് നമുക്കത് എന്ത് ചെയ്യുന്നത്? അടയാളപ്പെടുത്തുന്നത്. സോ ഈ സീസ്മിക് ഗ്രാഫ് ഇന്ത്യയുടെ താഴെയാണ് എർത്ത് കൊണ്ടായത്. ഇന്ത്യയുടെ മുകളിൽ വെച്ചിരിക്കുന്ന, ഇന്ത്യയുടെ സർഫസിൽ അവിടെ വെച്ചിരിക്കുന്ന സീസ്മോഗ്രാഫിലും ഇത് പതിയും. അതേപോലെ തന്നെ അമേരിക്കയിലുള്ള സീസ്മോഗ്രാഫിലും ഇത് പതിയും. ഞാൻ ചുമ്മാ ഉടായിപ്പാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് എത്തിക്കൊണ്ടായ ആ വേവ്സ് എല്ലായിടത്തോട്ടും എത്തും. ക്ലിയർ ആയോ? അപ്പോൾ എവിടെയാണോ എപ്പി സെന്ററിൽ രേഖപ്പെടുത്തും, അതേപോലെ തന്നെ അതിന് ഫാർ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും സീസ്മോഗ്രാഫിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഇന്ത്യയുടെ താഴെ ഉണ്ടായ എർത്ത് അമേരിക്കയിൽ എന്തുകൊണ്ട് ആക്കാതെ ഉണ്ടാക്കുന്നില്ല? കാരണം ഇത്രയും സഞ്ചരിച്ച് എത്തുമ്പോഴത്തേക്കും ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റിയിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടെ ഇന്റൻസിറ്റിയിൽ വ്യത്യാസം, അതായത് ആ ഒരു തീവ്രത കുറയുന്നുണ്ട്, അത്രത്തോളം ഡാമേജ് അവിടെ എന്ത് ചെയ്യില്ല? ഉണ്ടാക്കില്ല. ക്ലിയർ? ഞാൻ പറഞ്ഞ പോയിന്റ് പിന്നെയും ഞാൻ പറയുന്നു, ഓർത്തിരിക്കേടാ. ഇവിടെയാണ് എർത്ത് ഉണ്ടാവുന്നതെങ്കിലും ആ വേവ്സ്, അതായത് പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും നമുക്ക് എല്ലാ സ്ഥലത്തെയും, ഭൂമിയുടെ എല്ലാ സ്ഥലത്തെയും സീസ്മോഗ്രാഫിൽ എന്ത് ചെയ്യാൻ പറ്റും? രേഖപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ എല്ലായിടത്തെയും സീസ്മോഗ്രാഫിൽ അത് അടയാളപ്പെടും. അത് എല്ലായിടത്തും വന്ന് അടിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് എമർജൻസ് ഓഫ് ഷാഡോ സോൺ വരുന്നത്. ഷാഡോ സോണിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഷാഡോ സോൺ വെച്ചാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഷാഡോ സോൺ വെച്ചാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. സോ എമർജൻസ് ഓഫ് ഷാഡോ സോൺ. എന്താണ് ഷാഡോ സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ എന്താണെന്ന് വെച്ചാൽ ഈ സെയിം കേസ് ആണ്ട, ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ എർത്ത്, ഞാൻ ചെറുതാക്കി വരച്ചിടാം, വലുതാക്കുമ്പോൾ ഒരുപാട് വരയ്ക്കേണ്ടി വരും. ഇത് നമ്മുടെ എർത്ത്. ഈ എർത്തില് നോക്കിക്കോ, ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഈ ഉണ്ടാകുന്ന ഭൂകമ്പം വഴി ഉണ്ടാകുന്ന പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും, അതായത് ബോഡി വേവ്സ്, എല്ലാ സ്ഥലത്തെയും സീസ്മോഗ്രാഫിൽ എത്തണം അല്ലേ? എല്ലാ സ്ഥലത്തെയും സീസ്മോഗ്രാഫിൽ അത് എന്ത് ചെയ്യണം? രേഖപ്പെടണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ഇമ്പാക്റ്റ് കുറവായിരിക്കാം, ഇന്റൻസിറ്റി കുറയ്ക്കാം, പക്ഷെ എല്ലാ സ്ഥലത്തും എത്തും. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ശ്രദ്ധിച്ച് കേട്ടോണേ, ചില സ്ഥലങ്ങളിലെ സീസ്മോഗ്രാഫിൽ നമുക്ക് ബോഡി വേവ്സോ, അതായത് ഒന്നെങ്കിൽ നമ്മുടെ പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി വേവ്സ് കിട്ടൂല. ക്ലിയർ ആയോ? നോർമലി എല്ലാ സ്ഥലത്തുള്ള സീസ്മോഗ്രാഫിലും ഇത് എന്ത് ചെയ്യണം? പതിയണം. പക്ഷെ ചില സ്ഥലങ്ങളിലെ നോക്കിക്കോ, ചില സ്ഥലങ്ങളിൽ വച്ചിട്ടുള്ള സീസ്മോഗ്രാഫിൽ
ഇത് കിട്ടൂല. ക്ലിയർ ആയോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ അടിച്ച്, അപ്പൊ ഇവിടുത്തെ സീസ്മോഗ്രാഫിൽ കിട്ടി, ഇവിടെ എല്ലാം കിട്ടി. അപ്പം ലോകത്തിലെ ശാസ്ത്രജ്ഞർക്കറിയാം ഭൂകമ്പതലംബം കിട്ടി. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഈ ഒരു 3 സ്ഥലത്ത് എന്ത് കിട്ടുന്നില്ല? പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ സെക്കൻഡറി വേവ് എത്തുന്നില്ല. ചിലടത്ത് പ്രൈമറി എത്തൂല, ചിലടത്ത് സെക്കൻഡറി എത്തൂല. അപ്പം ആ സ്ഥലത്തെ, അതായത് സീസ്മോഗ്രാഫിലെ ഈ ബോഡി വേവ്സ്, പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും പതിയാത്ത സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഷാഡോ സോൺ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആ സ്ഥലത്തെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഷാഡോ സോൺ എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഷാഡോ സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ക. അപ്പൊ എന്താണ് ഈ പരിപാടി നമുക്ക് നോക്കാടാ. എ ഷാഡോ സോൺ ഈസ് എ ഏരിയ ഓഫ് ദ എർത്ത് സർഫസ് വേർ ദ സീസ്മോഗ്രാഫ്സ് cannot detect direct P waves and S waves from a എർത്തിക്യുക്ക്. അതായത് ഒരു എർത്തിക്യുക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ സീസ്മോഗ്രാഫിന് എസ് വേവ്സിനെയോ അല്ലെങ്കിൽ പി വേവ്സിനെയോ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയാസിനെ വിളിക്കുന്ന പേരാണ് ഷാഡോ സോൺ. നോർമലി എല്ലായിടത്തും അതെന്ത് ചെയ്യണം? ഡിറ്റക്ട് ചെയ്യപ്പെടണം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഡിറ്റക്ട് ചെയ്യുന്നില്ല. ആ ഏരിയാസിനെ വിളിക്കുന്ന പേരാണ് ഷാഡോ സോൺ. ഇത്രയും കാര്യം മനസ്സിലായോ? ഞാനിത് എന്തിനാണ് പറഞ്ഞു വരുന്നത്? നമുക്ക് അതിലോട്ട് വരാം. സോ നോക്കിക്കോ. ഫസ്റ്റ് ഞാൻ പിന്നെയും പറയുന്നു, പ്രൈമറി വേവ്സിന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിലൂടെ സഞ്ചരിക്കാം. പക്ഷേ എസ് വേവിന് ഏതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ? സോളിഡിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. എസ് വേവിന് ലിക്വിഡിൽ കൂടി പോകാൻ വേണ്ടി പറ്റൂല, ലിക്വിഡിൽ കൂടി പോകാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആയോ? ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, അടുത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസാണ്, നോർമലി ഒരു വേവ് ഇപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് റിഫ്രാക്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപവർത്തനം സംഭവിക്കും. ക്ലിയർ? ഇങ്ങനെ വന്നിട്ട് നമ്മൾ പ്രകാശത്തിനും പഠിക്കുന്നതാണ്. ഇതിപ്പം സോളിഡ് ആണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് കടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ? ഇപ്പോൾ എനിക്ക് നിങ്ങൾ നോക്കിക്കോണം, ഞാൻ ഇവിടെ 2 മീഡിയം ഉണ്ട്. ക്ലിയർ? സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്. ഒരു വേവ് ഇങ്ങനെ പോയ സമയത്ത് ഞാൻ എൻ്റെ നോർമൽ കോൺസെപ്റ്റിൽ ഈ വേവ് നേരെ എന്ത് ചെയ്യും? ഇവിടെ വരും. അപ്പോൾ ഈ വേവ് നേരെ ഇവിടെ വരുന്നതിന് പകരം, ശ്രദ്ധിച്ച് കേട്ടോണേ, ഈ വേവ് നേരെ ഇവിടെ വരുന്നതിന് പകരം ഈ വേവ് ഇവിടെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മീഡിയം മാറി. മീഡിയം മാറിയോണ്ടാണ് ഇവിടെ എന്തുണ്ടായത്? ഒരു ഡിഫ്ലക്ഷൻ അഥവാ ഒരു റിഫ്രാക്ഷൻ ഉണ്ടായത്. ക്ലിയർ ആണ്? ഇനി ഇത് ലിക്വിഡ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇതുവഴി കടത്തിവിട്ടു, സോൾഡ് കൂടെ കടത്തിവിട്ടു, ഇവിടെ വരേണ്ടതിന് ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മീഡിയം മാറി. ഏത് മീഡിയമാണ് മാറിയതെന്ന് അറിയാൻ വേണ്ടി എത്രയാണ് റിഫ്രാക്ട് ചെയ്തതെന്ന് നോക്കിയാൽ മതി. ക്ലിയർ? ആ അളവിന് ഒരു അളവ് വെച്ച് ശാസ്ത്രജ്ഞർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും, ഏത് മീഡിയം ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതേതാണ്? ലിക്വിഡ് ആണ്. ക്ലിയർ ആയോ? ഇത് ഞാൻ സിമ്പിളി പറഞ്ഞു തരുന്നതാണ്. കാര്യം കുറച്ച് നിങ്ങൾ സിമ്പിളി നിങ്ങൾ എത്താൻ വേണ്ടിയാണ്, സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയാണ്. ഇപ്പോൾ സോളിഡിൽ നിന്ന് വരുന്നു, സോളിഡിൽ നിന്ന് വരുന്ന സമയത്ത് ഇത്രയും റിഫ്ലക്റ്റ് ആയി എനിക്ക് കിട്ടി. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ആയോ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിച്ചു, റിഫ്ലക്റ്റ് എന്ന് പറയാൻ വേണ്ടിയാണ്, തട്ടി തിരിച്ചു വരുന്നതാണ് റിഫ്ലക്റ്റ്. ഡിഫ്ലക്റ്റ് ആയെന്നോ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിച്ചോ എന്ന് പറയാം. വരുന്ന സമയത്ത് റിഫ്രാക്ഷൻ സംഭവിച്ചാൽ എനിക്ക് മനസ്സിലായി മീഡിയം മാറി. പക്ഷേ റിഫ്രാക്ഷൻ എത്രമാത്രമാണ് സംഭവിച്ചത്, എത്രമാത്രം ചരിഞ്ഞു എന്ന് വെച്ച് എനിക്ക് അവിടുത്തെ മീഡിയം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളിവിടെ നോക്കടാ, ദാ നമ്മുടെ ഇവിടെ നിന്നാണ് എന്തുണ്ടായത്? വേവ് ഉണ്ടായത്, നമ്മൾ എർത്ത് ഉണ്ടായത്. ഈ എർത്ത് ഉണ്ടായിട്ട് ഇതാ പ്രൈമറി വേവ്. ഫസ്റ്റ് ഞാൻ പ്രീ വേവ്സിന്റെ കേസാണ് പറയുന്നത്. പ്രൈമറി വേവ്സ് ആണ് നമ്മുടെ സീസ്മോഗ്രാഫിൽ ആദ്യം എത്തുന്നത്. അതായത് സർഫസിൽ ആദ്യം എത്തുന്നു അല്ലെങ്കിൽ സീസ്മോഗ്രാഫിൽ ആദ്യം എത്തുന്നത് പ്രൈമറി വേവ്സ് ആണ്. ആദ്യം എത്തുന്നത് കൊണ്ടാണ് അവർ എന്തെന്ന് വിളിച്ചത്? പ്രൈമറി വേവ്സ് എന്ന് വിളിച്ചത്. സോ അങ്ങനെ നമ്മുടെ എന്ത് ചെയ്തു? സീസ്മോഗ്രാഫിൽ ഇവന്മാരെല്ലാം വരെയാണ്. സോ വരുന്ന സമയത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ വരുന്നവൻ കറക്റ്റായിട്ട് ഇവിടെ വരുന്നവൻ ഇങ്ങനെ എത്തണം. ക്ലിയർ? അതായത് ഇവിടെ നിന്നുള്ളവൻ നോക്കിക്കോ, ഇവിടെ നിന്നുള്ളവൻ നേരെ ഇവിടെ വരണം. ക്ലിയർ? പക്ഷേ നോക്കിയ സമയത്ത് നമ്മുടെ പി വേവ്സിൽ ഇത്രയും സ്ഥലത്ത് നമുക്ക് പി വേവ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ക്ലിയർ ആയോ? പി വേവ്സ് നോക്കിയപ്പോൾ ഇത്രയും സ്ഥലത്ത് നമുക്ക് പി വേവ്സ് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പകരം ഇവിടെയാണ് വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചു. അകത്തെവിടെയോ വെച്ച് എന്ത് സംഭവിച്ചു? ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചത് കൊണ്ടാണ് ഇതേ ഞെരുക്കത്തിൽ എനിക്ക് എന്ത് ചെയ്യാത്തത്? ഇവിടെ കിട്ടാത്തത്. ക്ലിയർ ആയോ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് വേറെ ഏതോ ഒരു മീഡിയം ഉണ്ട്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി ആ റിഫ്രാക്ഷന്റെ അളവ് വെച്ച് ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്തു? മാറുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് വേറെ ഏതൊക്കെയോ സബ്സ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ്, അതായത് മാറ്ററിന്റെ വേറെ സ്റ്റേജ് ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, അങ്ങനെ ഗ്യാസ്, അങ്ങനെ ഏതൊക്കെ എന്തുണ്ട്? സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്തത്? റിഫ്രാക്ഷൻ സംഭവിച്ചത്. ഇനി നമുക്കറിയാം പി വേവ്സ് ആണെങ്കിൽ സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും എന്ത് ചെയ്യും? സഞ്ചരിക്കും. സോ എനിക്ക് അവിടുത്തെ മീഡിയം ഏതാണ് എന്ന് വലിയ ഐഡിയ കിട്ടുന്നില്ല. മീഡിയം ഏതാണെന്ന്, കാരണം ഈ റിഫ്രാക്ഷൻ സംഭവിച്ചത് വെച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇത് ചിലപ്പോൾ അത് ലിക്വിഡ് ആയിരിക്കാം, സോൾഡ് ആയിരിക്കാം, അങ്ങനെ ഒരു ഐഡിയ കിട്ടി.
ക്ലിയർ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇത് പഠിക്കണം, 105 ഡിഗ്രി 145 ഡിഗ്രി. ക്ലിയർ. എന്താന്ന് വെച്ചാൽ പി വേവ്സിന് ആ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന, അതായത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പി വേവ്സിന് അൺഡിറ്റക്റ്റഡ്, പി വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് എവിടാണ് ആ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. ക്ലിയർ ആയോ? ഫ്രം എപ്പി സെന്ററിൽ നിന്നാണ്. എപ്പി സെന്റർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതിന് നേരെയുള്ള പോയിന്റ്. സോ ഇതിനെ വെച്ച് നമ്മൾ ഇതിനെ 360 ഡിഗ്രി ഒക്കെ ആക്കിയ പരിപാടി ചെയ്യുന്ന സമയത്ത് എനിക്ക് 105 145 ഡിഗ്രിയുടെ ഇടയിൽ എനിക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ചോദിക്കും പി വേവ്സിന്റെ ഷാഡോ സോണിന്റെ ഏരിയ, ആ ഒരു എന്താണ് കോണളവ് ചോദിക്കൂടാ, 105 145. ഇവിടെയും അതേപോലെയാണ്, 145 100. ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത എസ് വേവ് നോക്കി, എസ് വേവ് നോക്കിയപ്പോഴാണ് കോമഡി. ക്ലിയർ. എസ് വേവ് ദിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദിങ്ങനെ അങ്ങ് പോവുകയാണ്. അതായത് ഈ എസ് വേവ്സിന് ഇതിൻ്റെ അകത്തോട്ട് കടക്കാൻ വേണ്ടി പറ്റുന്നില്ല. ക്ലിയർ ആയോ? എസ് വേവ്സിന് അകത്തോട്ട് കടക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം എസ് വേവിന്റെ ഷാഡോ സോൺ പഠിക്കണം, 105 ഡിഗ്രിയാണ്. ക്ലിയർ. ഈ ഒരു 105 ഡിഗ്രി അല്ലേ, ഈ 105 തൊട്ട് ഈ 105. ക്ലിയർ ആയോ? അപ്പം 105 ബിറ്റ്വീൻ 105 ആൻഡ് 105 അതാണ് ഏതിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്, എസ് വേവിന്റെ ഷാഡോ സോൺ. സോ അപ്പൊ എനിക്ക് മനസ്സിലായി എസ് വേവ് നമുക്ക് പി വേവ് ആയ സമയത്ത് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ്. ബോറടിച്ചാലും കുഴപ്പമില്ല, പഠിച്ചാലേ പറ്റുള്ളൂ. സോ ഈ വരുന്ന ഇവൻ എന്താ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കയറിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്ട് ചെയ്താലും ഇവൻ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. സോ ഇവൻ എന്ത് ചെയ്യുന്നില്ല, കയറുന്നില്ല. അതായത് അത് ഒന്നെങ്കിൽ സോളിഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കാം. കാരണം എസ് വേവ് സോളിഡിൽ കൂടി മാത്രമേ പോവുള്ളൂ. സോ അതുകൊണ്ട് ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഏതായിരിക്കാം, ഗ്യാസ് ആയിരിക്കാം. ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് റിഫ്രാക്ഷൻ വെച്ചാണ്. എത്രമാത്രം ചരിഞ്ഞു എന്ന് വെച്ചിട്ട് അവരത് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അപ്പം മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഏത് സ്റ്റേജ് ഉണ്ട്, ഒരു ലിക്വിഡ് സ്റ്റേജ് ഉണ്ട്. ക്ലിയർ ആയോ? ഇനി ഇതിൻ്റെ അകത്ത് ലിക്വിഡ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു സോളിഡ് കൂടിയുണ്ട്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പി വേവിന് സംഭവിച്ച റിഫ്രാക്ഷൻ വെച്ച് അതും എന്ത് ചെയ്തു, മനസ്സിലായി. ക്ലിയർ ആയോ? ഇങ്ങനെ പല രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റേജസിനെ എന്ത് ചെയ്തത്, മനസ്സിലാക്കിയത്. സോ സിംപ്ലി പറഞ്ഞാൽ ഷാഡോ സോൺ കൊണ്ടുള്ള ഉപയോഗം എന്താണ്, ഷാഡോ സോൺ നിരീക്ഷിച്ചതിലൂടെ കിട്ടുന്ന ഔട്ട്കം എന്താണെന്ന് പി എസ് സി ചോദിക്കും. അതായത് ഷാഡോ സോണൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഔട്ട്കം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം this helps to identify there are different states of substance inside the earth. എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിൽ, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് മാത്രം പഠിക്കണേ റിവിഷൻ നടത്തുമ്പോൾ, ഭൂമിയുടെ ഉള്ളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സ് അഥവാ സബ്സ്റ്റൻസിന്റെ വ്യത്യസ്തമായ സ്റ്റേറ്റ്സ് ഉണ്ട്. ഖരം, ദ്രാവകം എന്നീ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ സ്പീഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, എത്രമാത്രം റിഫ്രാക്ഷൻ സംഭവിച്ചു എന്നുള്ളത് വെച്ച് അത് ഏത് സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. ആ സബ്സ്റ്റൻസിന്റെ നാച്ചുറും നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്ത് ചെയ്തു, മനസ്സിലായി. അതേപോലെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി, വേവിന് ഇത് സംഭവിക്കുന്ന സമയത്ത് അവിടെ ഭൂമിയുടെ ഉള്ളിൽ ഒരു ഡിസ്കണ്ടിന്യൂവിറ്റി ഉണ്ട്. അതായത് സബ്സ്റ്റൻസിലായാലും ഘടനയിലായാലും ഒരു ഡിസ്കണ്ടിന്യൂവിറ്റി ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. എല്ലാം ഒരുപോലെയല്ല, ഡിഫറൻ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. ഇതിലൂടെ നമുക്ക് ഭൂമിയുടെ ഇന്റീരിയറിനെ പറ്റി പഠിക്കാൻ വേണ്ടി സാധിച്ചു. NCERT പോയിന്റുകളാണ്. സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേടാ. സമാധാനം, ഷാഡോ സോണ് ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ലാസ്റ്റ് ഞാൻ സോർട്ട് ചെയ്ത് തരുമ്പോൾ പരിപാടി എല്ലാം കഴിയും. നോക്കിക്കോ. ഫസ്റ്റ് ഷാഡോ സോണ്. എന്താണ് ഈ ഷാഡോ സോണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പി വേവ് ആണെങ്കിലും അതുപോലെ തന്നെ എസ് വേവ്, പി വേവും എസ് വേവിനെയും ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അത് അൺഡിറ്റക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, മാറും. അങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ആ സ്പോട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഷാഡോ സോണ്. പി വേവ് ആണെന്നുണ്ടെങ്കിൽ 45 മുതൽ 105 ഡിഗ്രി വരെയാണ് ആ ഒരു അൺഡിറ്റക്റ്റഡ് ഏരിയ. എന്നാൽ എസ് വേവ് ആണെങ്കിൽ ഇവിടെ 105 മുതൽ 105 മുതൽ ഡിഗ്രി മുതൽ അടുത്ത 105 ഡിഗ്രി വരെ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത് എവിടെ നിന്നാണ് അകറ്റിയെടുക്കുന്നത്, എപ്പി സെന്ററിൽ നിന്നാണ്, ഫ്രം എപ്പി സെന്റർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതാണ് ഞാനിവിടെ 45 അല്ല 145 ആണല്ലേ, എനിക്ക് തെറ്റിപ്പോയാനടാ. 145 ആണ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ. ശരി. അങ്ങനെയാണെങ്കിൽ അത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇതാണ് ഷാഡോ സോൺ. ഈ ഷാഡോ സോണിനെ നിരീക്ഷിച്ചതിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? അതിൻ്റെ അകത്ത് വ്യത്യസ്ത തരം സബ്സ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി. സ്റ്റേറ്റ്സ് ഓഫ് സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ്സ് വേറെയാണ്, സോളിഡ്, ലിക്വിഡ്, അങ്ങനെ വ്യത്യസ്ത തരം സബ്സ്റ്റൻസ് ആണ് ഉള്ളതെന്ന് മനസ്സിലായി. ഇനി അതിന്റെ സ്പീഡ് നിരീക്ഷിച്ചതിലൂടെ, വരുന്നതിന്റെ സ്പീഡ്, ഡിഫ്ലക്ഷൻ, അതൊക്കെ നിരീക്ഷിച്ചതിലൂടെ ഏത് തരം സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. ഇതിൻ്റെ അകത്തൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, എല്ലാം ഒരുപോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലായി.
അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് ഇന്ത്യനെ പറ്റി ഒരു ഐഡിയ കിട്ടി. സോ ഭൂകമ്പ തരംഗങ്ങളെ അഥവാ സീസ്മിക് വേവ്സിനെ നിരീക്ഷിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സീസ്മിക് വേവ് സൃഷ്ടിക്കുന്ന തരംഗങ്ങളെ ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കുന്ന തരംഗങ്ങളെ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കുന്ന തരംഗങ്ങളെ വിളിക്കുന്ന പേരാണ് സീസ്മിക് വേവ്സ്. ഈ സീസ്മിക് വേവ്സിനെ വിശകലനം ചെയ്യുന്നതിലൂടെ ഭൂമിയെ വ്യത്യസ്ത പാളികളായി തരംതിരിക്കാം. ക്ലിയർ ആയോ? അപ്പോൾ ഭൂമിയെ നമ്മൾ ഈ ഭൂവൽക്കം, അതേപോലെ തന്നെ മാന്റില്, കാമ്പ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിരിക്കുന്നില്ലേ, ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ സീസ്മിക് വേവിനെ നിരീക്ഷിക്കുന്നതിലൂടെയാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഏത് സോണാണ്? ഷാഡോ സോൺസ് ആണ്. ക്ലിയർ? പക്ക? ഓക്കെ, എങ്കിൽ നമുക്ക് ഇവരെ പറ്റി പഠിക്കാം. സോ ഇവരെ പറ്റി പഠിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്കം. ഇത് കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഇത് എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ബേസിക്കലി പഠിക്കാടാ. ആദ്യം നമ്മൾ ഈ ആന കാര്യമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ബേസിക്കലി നിങ്ങൾ ഇത് ആദ്യം നോക്കുക. ഇതാണ് പരിപാടി. നോക്ക്, നമ്മളെ ഭൂവൽക്കം എന്ന് വെച്ചാൽ മനുഷ്യന്മാരൊക്കെ ഉള്ളത് ഈ ഒരു ഏരിയ ഇല്ലേ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഭൂവൽക്കം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? ഈ ഒരു തോട്, ഈ ഒരു പുറം തോടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഭൂവൽക്കം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഭൂമിയെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വാട്ടർ മെലനായിട്ട് സങ്കല്പിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള നമ്മൾ ഇളക്കിയെടുക്കുന്ന തോടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആ മഞ്ഞ കളറിൽ ഇരിക്കൂലേ, ആ ഒരു പോർഷനാണ്. മഞ്ഞ കളറിലല്ലോ, ഏതാ? ഓറഞ്ച് അല്ലേ? വാട്ടർ മെലൻ കിട്ടുന്നില്ലടാ, പോയി കൈന്ന് പോയി. എനിവേ ഓറഞ്ച്, ആ ഒരു കളർ ഇല്ലേ, ആ ഒരു ഓറഞ്ച് കളറും അല്ലല്ലോ, തണ്ണിമത്തൻ്റെ അകത്ത കളർ. അയ്യോ, തണ്ണിമത്തന് കിട്ടുന്നില്ല ആ കളർ. എനിവേ സോ നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ ആ പുറത്തൊരു തോട്, അതുപോലെയാണ് ഇതിരിക്കുന്നത്, ഭൂവൽക്കം ഇരിക്കുന്നത്. ക്ലിയർ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആദ്യം സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സിമ്പിൾ നോക്കിക്കോ. ഫസ്റ്റ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറ ഞാൻ എഴുതുമ്പം എൻ്റെ കൂടെ എഴുതി പോവുകയോ അല്ലെങ്കിൽ കേട്ടിട്ട് എഴുതുകയോ എന്ത് ചെയ്യുക. ഓക്കെ, ഭൂമിയുടെ ഉള്ളറ എന്ന് പറയുമ്പം നമുക്കതിനെ മൂന്നായിട്ട് തിരിക്കാം. നോക്കിക്കോ, ഫസ്റ്റ് ഞാൻ തിരിക്കാൻ വേണ്ടി പോകുന്നതാണ് ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതെന്താണ്? അതിൻ്റെ ഇംഗ്ലീഷാണ് ക്രസ്റ്റ്. അടുത്തത് മാന്റില്. ഭൂവൽക്കം കഴിഞ്ഞാൽ രണ്ടാമത്തെ തരംതിരിപ്പ് എന്താണ്? മാന്റിലിന്റെ ഇംഗ്ലീഷ് മലയാളമൊക്കെ എന്തെന്ന് തന്നെയാണ്? മാന്റിൽ എന്ന് തന്നെയാണ്. അടുത്ത് അതിനുശേഷം നമ്മൾ തരംതിരിക്കാൻ പോകുന്നതാണ് കാമ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കോർ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പൊ മൂന്നായിട്ട് തിരിച്ചു: ഭൂവൽക്കം, മാന്റില്, കാമ്പ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതാദ്യം ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഞാനിവിടെ വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കോണാണ് വരയ്ക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോണ് വരയ്ക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സങ്കല്പിച്ചെടുക്കുക, ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഇത് നമ്മുടെ ഭൂമി ഇങ്ങനെ റൗണ്ട് ആയിട്ടല്ലേ സാറേ? നമ്മളിപ്പോൾ ഒരു റൗണ്ട് എടുത്തിട്ട് സാർ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചൂടെ? ഇങ്ങനെ വരച്ചു വെച്ചിട്ട് വെച്ചാൽ പറ്റൂലടാ. കാരണം ഞാൻ ഇങ്ങനെ വരച്ചാലേ കറക്റ്റ് എനിക്ക് ഏതുവരെ പോകാൻ വേണ്ടി പറ്റുള്ളൂ? സെൻറ്റർ വരെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നിങ്ങൾ എങ്ങനെ സങ്കല്പിക്കുക? ഒരു റൗണ്ട് ആയിട്ട് ഒരു ഗ്ലോബ് സങ്കല്പിക്കുക. ഗ്ലോബ് മനസ്സിൽ സങ്കല്പിച്ച് ഒരു ഗ്ലോബ് സങ്കല്പിച്ച് ഈ ഗ്ലോബിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ അടിയിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പകരം നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് സെൻറ്റർ വരെ കൊണ്ടുവന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും? നിർത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺ ഇട്ട് എല്ലായിടത്തും എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ സർഫസ് മുതൽ കറക്റ്റ് ഈ സെൻറ്റർ അതുവരെയുള്ള അകലം, അതാണ് ഭൂമിയുടെ റേഡിയസ്. അത് 6371 കിലോമീറ്റർ ആണ്. അത് ആദ്യം ഓർക്കുക. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ 6372 കിലോമീറ്റർ എന്ന് കിടക്കുന്നു. NCERT-യിലും SCERT-യിലും രണ്ടാണ് കിടക്കുന്നത്. എനിവേ നിങ്ങൾ 6371 എന്ന് പഠിച്ചാൽ മതി. 6371 കിലോമീറ്റർ വരെ കിടക്കുന്നു. ഇൻ കേസ് 72 ആണുള്ളെങ്കിൽ അത് എഴുതുക. നോക്കിക്കോ, ഇതിൽ നമുക്ക് മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഏറ്റവും പുറമെയുള്ള പാളി അത് വരെ തിൻ ലെയർ ആണ്. ചെറിയ, അതായത് ഏറ്റവും കട്ടി കുറഞ്ഞ ലെയർ മുകളിലുള്ളതാണ് ഭൂവൽക്കം. രണ്ടാമതുള്ള ലെയർ ആണ് മാന്റില്. ഏറ്റവും കൂടുതൽ ഏരിയ മാന്റിലാണ്. ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് ഏതാണ്? മാന്റിലാണ്. ഏറ്റവും കനം കൂടിയ പാളി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാറുണ്ട്. സോ അപ്പോൾ മാന്റില്. ക്ലിയർ ആയോ? ഇത് മാന്റില്. ഇനി അതിനുശേഷം മാന്റിലിന്റെ താഴെ ഈ ഒരു പോർഷനാണ് കോർ. ക്ലിയർ? ഈ ഒരു പോർഷനാണ് കോർ. അപ്പം നമ്മൾ മൂന്നായിട്ട് തിരിച്ചു. ആദ്യം സമാധാനത്തിൽ പഠിക്കുക, എല്ലാം കൂടി എഴുതി വെച്ചാൽ തെറ്റിപ്പോകും. മൂന്നായിട്ട് തിരിച്ചു. ഈ ഒരു പോർഷൻ ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് ഭൂവൽക്കം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ മഞ്ഞ ലെയറിൽ അടിച്ചതിനെ വിളിച്ച പേരാണ് മാന്റിൽ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഏരിയ വിളിച്ച പേരാണ് കോർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവരെ തിരിക്കാം. ക്ലിയർ? ഭൂവൽക്കം എന്ന് വെച്ചാൽ ഏതാണ് ഭൂവൽക്കം? നമ്മളുള്ളതാ. ഇതല്ലേ ഭൂവൽക്കത്തിൽ നിങ്ങൾ തന്നെ നോക്കി നോക്കണം. നമ്മളിപ്പോൾ രണ്ട് ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്, സമുദ്രവും കരയും.
എന്നുവെച്ചാൽ വെള്ളവും കരയും. ഇത് രണ്ടും മാത്രമല്ലേ ഉള്ളൂ, വെള്ളവും കരയും. സോ നമ്മളിവിടെ ഭൂവൽക്കത്തെ നമ്മൾ നോക്കിക്കോടാ രണ്ടായിട്ട് നമ്മൾ തിരിക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് സമുദ്ര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. അടുത്തത് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും. ഇംഗ്ലീഷ് എന്താണ്? ഓഷ്യാനിക് ക്രസ്റ്റും അതേപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും. ക്ലിയർ ആയോ? ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു. ഇനി അങ്ങനെ മാൻഡിലിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റുമോ? പറ്റും. മാൻഡിലിനെയും നമ്മൾ എത്രയായിട്ട് തിരിക്കുന്നു? രണ്ടായിട്ട് തിരിക്കുന്നു. മാൻഡിലിനെ തിരിക്കുന്നതാണ് എന്താണ്? ഉപരി മാൻഡിലും അതേപോലെ തന്നെ അധോ മാൻഡിലും എന്ന് വെച്ചാൽ അപ്പർ മാൻഡിലും അതുപോലെ തന്നെ ലോവർ മാൻഡിലും. അട്ടഹാസം ഒന്നുമില്ല, സിംപ്ലി കേൾക്കാമേ. അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. അപ്പൊ കാമ്പിനെ തിരിക്കൂടാ. കാമ്പ്, കോറിനെ നമ്മൾ എത്രയായി തിരിക്കുന്നു? രണ്ടായിട്ട് തിരിക്കുന്നു. ഔട്ടർ കോറും ഇന്നർ കോറും. ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞാൽ പുറക്കാമ്പും അകക്കാമ്പും എന്ന് വെച്ചാൽ ഔട്ടർ കോറും അതേപോലെ തന്നെ ഇന്നർ കോറും. അങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്തു? തിരിച്ചു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇവിടെ ഞാൻ ഇത് അതിൽ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്. ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഭൂവൽക്കത്തെ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റൂല. ഭൂവൽക്കത്തെ നമുക്ക് ഇങ്ങനെ, ഇപ്പൊ ഭൂവൽക്കം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഇങ്ങനെ രണ്ട് സെക്ഷൻ ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് നമ്മൾ രണ്ട് സെക്ഷൻ ആക്കുന്നത്. ഇതാണ് ഭൂവൽക്കമെങ്കിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചു പറയാറുള്ളത്. സോ ഒന്ന് ദാ ഇവിടെ ഇതാണ് സമുദ്ര ഭൂവൽക്കം. നമുക്കത് എന്ത് ചെയ്യാം? ഞാൻ ഇങ്ങനെ ഈ പേന വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. വൃത്തികേടായിരിക്കും എനിക്കറിയാം, എങ്കിലും ഞാൻ മാർക്ക് ചെയ്യുന്നോടാ. ഇത് സമുദ്ര ഭൂവൽക്കം. അപ്പൊ ഇപ്പുറത്തുള്ള ഏരിയ ദാ കുന്നും മലയൊക്കെ ഉള്ള ഈ ഒരു ഏരിയ, കുന്നും മലയൊക്കെ അടിക്കാൻ വേണ്ടി ഒരു പെയിന്റ് എടുത്തിട്ടിരുന്ന് മറന്നുപോയി. എനിവേ കുന്നും മലയൊക്കെ ഉള്ള ഈ ഒരു ഏരിയ ഇതാണ് നമ്മുടെ ഏത് ഭൂവൽക്കം? വൻകര ഭൂവൽക്കം. അപ്പൊ വൻകര ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഇത്രയുണ്ട്. ഇത്രയും എന്ത് തന്നെയാണ്? വൻകര ഭൂവൽക്കം തന്നെയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സമുദ്ര ഭൂവൽക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഭാഗം ഇതാണ് സമുദ്ര ഭൂവൽക്കം. മാൻഡിലിനെ രണ്ടായിട്ട് തിരിക്കാം. നമുക്കിവിടെ മാൻഡിലിനെ രണ്ടായിട്ട് തിരിക്കാടാ. എന്താണ്? ഉപരി മാൻഡിലും അതേപോലെ തന്നെ അധോ മാൻഡിലും. ക്ലിയർ? അതിന്റെ തൊട്ട് താഴെ നമുക്ക് കോറിനെ രണ്ടായിട്ട് തിരിക്കാം. പുറക്കാമ്പെന്നും അതേപോലെ തന്നെ അകക്കാമ്പെന്നും. ക്ലിയർ? പക്ക. അടുത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഈ സമുദ്ര ഭൂവൽക്കം ഉണ്ടാക്കിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് വെച്ചാൽ സിലിക്കയും മെഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ സിമ എന്ന് വിളിക്കും. സിലിക്ക, മെഗ്നീഷ്യം, സിമ. വൻകര ഭൂവൽക്കം ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കനും അലുമിനിയവുമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സിയാൽ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? സിമ എന്ന് വിളിക്കും, സിയാൽ. വൻകരയെ നമ്മൾ സിയാൽ എന്ന് വിളിക്കും. മറ്റേവനെ നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ സിമ എന്ന് വിളിക്കും. ഇനി ഉപരി മാൻഡിലിലെ പ്രധാന ഘടകം സിലിക്കണാണ്. ഉപരി മാൻഡിലിലെയും പ്രധാന ഘടകം ഏതാണ്? സിലിക്കണാണ്. അടുത്ത പുറക്കാമ്പും അകക്കാമ്പും. കോറ് നോർമലി ഉണ്ടാക്കിയിരിക്കുന്നത് നിക്കലും അതേപോലെ തന്നെ അയണും കൊണ്ടാണ്. അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫെ. ക്ലിയർ ആയോ? നിക്കലും അയണും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ന് പറയും? നിഫെ. അപ്പൊ നിഫെ എന്നറിയപ്പെടുന്നത് ഏതാണ്? കോറാണ്. ക്ലിയർ ആയോ? പുറക്കാമ്പ് അകക്കാമ്പും കോറ്. എന്നാൽ ഇവിടെ സിമ എന്നറിയപ്പെടുന്ന സമുദ്ര ഭൂവൽക്കവും സിയാൽ എന്നറിയപ്പെടുന്നത് വൻകര ഭൂവൽക്കവും ആണ്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഓക്കെ ആയോ? ഞാനിത് SCERTയുടെ രീതിയിലാണ് പറയുന്നത്. ഇതിൽ കുറച്ചും കൂടി അഡീഷണൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഇനി പല പുസ്തകങ്ങളും റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനിവേ നമ്മൾ SCERT NCERTയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കിക്കോ. അപ്പം ഇവിടെ ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണവും തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും. ക്ലിയർ? ശ്രദ്ധിച്ചേക്കാം. ഇപ്പം ഇത്രയും പോർഷനാണ്, ഈ ഒരു പോർഷനാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മാൻഡിൽ, മഞ്ഞ കളർ വെച്ച് അടിച്ചത്. ക്ലിയർ ആയോ? ഈ മുകളിലുള്ളതാണ് നമ്മുടെ ഭൂവൽക്കം. അപ്പൊ ഭൂവൽക്കവും മാൻഡിലും എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിൽ ഈ ഒരു വേർതിരിവില്ലേ, ഈ വേർതിരിവിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. ക്ലിയർ? ആ ഒരു വേർതിരിവ്. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഓരോ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കിക്കോ. ഇവിടെ ഭൂവൽക്കവും മാൻഡിലും തമ്മിലുള്ള വേർതിരിവ്. ആ വേർതിരിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. എന്തെന്ന് വിളിക്കും? കളർ മാറ്റാടാ. മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. മാൻഡിലും കാമ്പും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഗുഡൻബെർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഗുഡൻബെർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ ഭൂവൽക്കവും മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. മാൻഡിലും കാമ്പും തമ്മിലുള്ളതാണ് ഗുഡൻബെർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഇത് ഓർത്തിരിക്കുന്നത് പല കോഡ് വെച്ച് ഓർക്കാം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്ടാ പറയുന്നത്. എന്നുവെച്ചാൽ എനിക്ക് തോന്നിയതാണ്. പൊട്ടത്തരമാണെങ്കിൽ എന്നോട് എന്ത് ചെയ്യുക? ക്ഷമിക്കുക. നോക്ക്,
ട്രസ്റ്റ് അല്ലേ, ഇതിപ്പോൾ ക്രസ്റ്റ് അല്ലേ, ക്രസ്റ്റിനെ നമുക്ക് ട്രസ്റ്റ് എന്ന് എടുക്കാം, മാൻഡിൽ നിന്ന് മാൻ എടുക്കാം. ക്ലിയർ. മനുഷ്യന് ട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് മോഹം. ക്ലിയർ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എല്ലാവരുടെയും ട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ക്ലിയർ. മനുഷ്യരിൽ നിന്ന് ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസം, അത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മനുഷ്യരുടെ മോഹം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ക്ലിയർ. മനുഷ്യന് മോഹം ട്രസ്റ്റ് കിട്ടുക. ക്ലിയർ. മനുഷ്യന് ട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് മോഹം. അപ്പോൾ മനുഷ്യൻ മാൻഡിലിന്റെയും അതേപോലെ തന്നെ ക്രസ്റ്റിന്റെയും ഇടയിലുള്ളതാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. അടുത്ത് നോക്ക്, ഗുഡൻബെർഗ് എന്താ പറഞ്ഞാൽ ഏതാണ്, കാമ്പും മാൻഡിലുമാണ് അല്ലേ. അതായത് ഇങ്ങനെ ഓർത്തിരിക്കാം, മനുഷ്യൻ കുട്ടനായിരിക്കുമ്പോൾ, കുട്ടൻ എന്ന് വെച്ചാൽ കൊച്ചായിരിക്കുമ്പോഴാണ് കമ്പ് കൊണ്ട് അടി കിട്ടുന്നത്. ക്ലിയർ. മനുഷ്യൻ ഞാൻ 2 കോഡ് പറഞ്ഞു തരാമേ. മനുഷ്യൻ കുട്ടൻ എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയല്ലേ. ഇപ്പൊ എന്നെ വന്നിട്ട് ആരെങ്കിലും കുട്ടാ എന്ന് വിളിക്കുമോ? ഇല്ല. ഞാൻ എന്നെ പടാന്ന് പറയും അല്ലേ. ഞാൻ എന്നെ ഇപ്പൊ ആരെങ്കിലും ഒരു കൊച്ചോ കുട്ടാന്ന് എന്നെ നോക്കിയിട്ട് ആരെങ്കിലും ഓമനിക്കോടാ? ഇല്ല. പക്ഷെ നമ്മൾ കുഞ്ഞു കുട്ടികളെയല്ലേ കുട്ടാന്ന് വിളിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ കുട്ടനായിരിക്കുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് വലുതാവാനാണ്. എത്രയും വലുതായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും കുഞ്ഞായിട്ടിരുന്നാൽ മതി എന്നാണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചായിട്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ്, എത്രയും പെട്ടെന്ന് വലുതായെങ്കിൽ, എത്രയും പെട്ടെന്ന് ആ മാമനെ പോലെ ആയിരുന്നെങ്കിൽ, ജോലിക്കൊക്കെ പോയി ആരെയും കേൾക്കാതെ സ്വന്തമായിട്ട് പൈസയൊക്കെ ചിലവാക്കി സ്വന്തമായിട്ട് ജീവിക്കാം. പക്ഷേ വലുതായിരിക്കുന്നത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ കഥവി പോകുമ്പോൾ എന്തൊരു സുഖം അല്ലേ, രാവിലെ സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, അയവ. അപ്പോൾ കുട്ടനായിരിക്കുന്ന സെറ്റാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, അടി കിട്ടും. കമ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് എപ്പോഴാണ്, കുട്ടനായിട്ടിരിക്കുമ്പോഴാണ്. ഈ പ്രായത്തിൽ നമ്മളെ അച്ഛനും അമ്മയും അടിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോഴും അടി കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ ആരെയൊന്നും പറയുന്നില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടനായിട്ടിരിക്കുമ്പോഴാണ് മനുഷ്യന്മാർക്ക് കമ്പ് കൊണ്ട് അടി കിട്ടുന്നത്. സോ നോക്കിക്കോ, മനുഷ്യൻ കുട്ടനായിട്ടിരിക്കുമ്പോൾ ഗുഡൻബെർഗ് എന്ത് കിട്ടും, കമ്പ് വെച്ച് അടി കിട്ടും. ക്ലിയർ ആയോ? അതേപോലെ വേറെ ഒരു ഇതുണ്ടാ, മെന്റലായിട്ടുള്ള ബർഗറിനെ കമ്പ് വെച്ചടിക്കും. മെന്റലായിട്ടുള്ള ബർഗറിനെ കമ്പ് വെച്ചടിക്കും എന്നൊരു കോഡ് കൊണ്ട്. അത് ഇത്തിരി നല്ല കോഡല്ല. മറ്റേ മെന്റലായിട്ടുള്ള ബർഗറിനെ കമ്പ് വെച്ചടിക്കാനൊന്നും പാടില്ല, അദ്ദേഹത്തെ കൊണ്ട് വല്ല ആശുപത്രിയിലും ആക്കി കൊടുക്കണം. സോ എനിവേ അങ്ങനെ ഒരു കോഡുണ്ട്. മെന്റലായിട്ടുള്ള ബർഗറിനെ കമ്പ് വെച്ചടിക്കും. പകരം മനുഷ്യൻ കുട്ടനായിട്ടിരിക്കുമ്പോഴാണ് കമ്പ് കൊണ്ട് അടി കിട്ടുന്നത്. സോ രണ്ട് കേസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, മനുഷ്യന് ഏറ്റവും വലിയ മനുഷ്യന് മോഹം ട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. മാന്, ട്രസ്റ്റ്, മോഹം. അതായത് മാൻഡില്, ക്രസ്റ്റ്, അതായത് ഏതാണ്, മാൻഡിലും ക്രസ്റ്റും തമ്മിലുള്ളതാണ് മൊഹോവിക് അഥവാ മോഹോ ഡിസ്കണ്ടിന്യൂ എന്ന് പറയുക. മൊഹറോവിക് എന്നാണ് ഫുൾ ഫോം. അടുത്ത എന്താണ്, മനുഷ്യന് കുട്ടനായിട്ടിരിക്കുമ്പോഴാണ് കമ്പ് കൊണ്ട് അടി കിട്ടുന്നത്. മാൻ, ഗുട്ടൻബെർഗ് ഏതാണ്, കാമ്പ്. ക്ലിയർ. അതായത് കാമ്പ്, കോറും മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഗുഡൻബെർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ അടുത്ത പോയിന്റ് പറയുന്നതിന് മുമ്പ് ഞാനിവിടെ ഒന്നും കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണേ. വൻകര ഭൂവൽക്കത്തെ നമ്മൾ 2ആയി തിരിക്കുന്നു. ക്ലിയർ ആയോ? വൻകര ഭൂവൽക്കത്തെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു. അത് സാറേ വൻകര ഭൂവൽക്കത്തെ 2ആയിട്ട് തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ നോക്കടാ, ചില സ്ഥലത്ത് ഇതാണ് വൻകര ഭൂവൽക്കം. ഈ വൻകര ഭൂവൽക്കത്തിൽ ചില സ്ഥലത്ത് ഹൈറ്റ് കൂടുതലും ചില സ്ഥലത്ത് ഹൈറ്റ് കുറവായിരിക്കും. ഈ ഫോട്ടോ കണ്ട് പേടിക്കല്ലേ. നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഭൂവൽക്കമെങ്കിൽ ഇതിൽ ഈ ഒരു പോർഷനാണ് വൻകര ഭൂവൽക്കം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇതിൽ ഇങ്ങനെ എൻറ്റയർലി ഈ പോർഷനെ ഞാൻ പറയുന്നത് എന്തെന്ന് തന്നെയാണ്, വൻകര ഭൂവൽക്കം എന്നാണ് പറയുന്നത്. ക്ലിയർ. പക്ഷേ ഇതിൽ ഹൈറ്റ് കൂടിയ ഈ ഒരു ഏരിയ ഇല്ലേ, അതായത് പർവ്വതങ്ങളൊക്കെ വരുന്ന ഹൈറ്റ് കൂടിയ ഇതിനെ നമ്മൾ അപ്പർ എന്ന് വെച്ചാൽ ഉപരി വൻകര ഭൂവൽക്കം എന്ന് പറയും. ക്ലിയർ ആയോ? ഉപരി വൻകര ഭൂവൽക്കം അഥവാ ഉപരി ഭൂവൽക്കം എന്ന് നമ്മൾ സിംപിളി പറയും. ക്ലിയർ ആയോ? അപ്പർ ക്രസ്റ്റ് എന്ന് നമ്മൾ സിംപിളി പറയും. സത്യത്തിൽ അത് ഉപരി വൻകര ഭൂവൽക്കമാണ്. അപ്പൊ ഇതെന്തായിരിക്കും, ഇത് അതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതോ വൻകര ഭൂവൽക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ക്ലിയർ ആയോ? 2 ഉള്ള ക്രസ്റ്റ് നോക്ക്, ക്രസ്റ്റ് ഇത് ഇത്രയാണ് ക്രസ്റ്റ്. ഇത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു പോർഷനാണ്, മുകളിൽ കിടക്കുന്ന ഈ ഒരു പോർഷനാണ് ക്രസ്റ്റ്. ഈ ക്രസ്റ്റിൽ ഇപ്പൊ നമുക്ക് ഈ ഫോട്ടോ ഇടാം. മറ്റേ ഫോട്ടോയിലൂടെ നിങ്ങൾ എത്താറായില്ല, കുറച്ചും കൂടി സമയം എടുക്കും. ഇത് എൻ്റെ ഈ പച്ച അടിച്ചിരിക്കുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇവിടെ സമുദ്രത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മൾ വൻകര ഭൂവൽക്കം കോണ്ടിനെന്റൽ ക്രസ്റ്റിലോട്ട് എത്തുമ്പോൾ ചില സ്ഥലത്ത് ഹൈറ്റ് കൂടുതലും ചില സ്ഥലത്ത് ഹൈറ്റ് കുറവുമാണ്. ഹൈറ്റ് കുറഞ്ഞ ഏരിയ അതിനെ നമ്മൾ ലോവർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഹൈറ്റ് കൂടിയ ഏരിയ നമ്മൾ അപ്പർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും പറയും. ലോവർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും അപ്പർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും പറയും. സോ ഞാൻ ഇവിടെ എഴുതുകയാണേ. ഇവിടെ നോക്കിക്കോ,
ഉപരി ഉപരി വൻകര ഭൂവൽക്കവും ഉപരി വൻകര ഭൂവൽക്കവും അതേപോലെ അധോ വൻകര ഭൂവൽക്കവും. ക്ലിയർ ആയോ? അഥവാ അപ്പർ ഇംഗ്ലീഷ് എഴുതണോ അവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പർ കോണ്ടിനെന്റൽ ക്രസ്റ്റും ലോവർ കോണ്ടിനെന്റൽ ക്രസ്റ്റും. ക്ലിയർ ആയോ? ഈ ചില സമയത്ത് നമ്മൾ അപ്പർ ക്രസ്റ്റ് എന്നും ലോവർ ക്രസ്റ്റ് എന്നും പറയാറുണ്ട്. ഈ കോണ്ടിനെന്റൽ മാറ്റിയിട്ട് അപ്പർ ക്രസ്റ്റ് ലോവർ ക്രസ്റ്റ് എന്നും പറയാറുണ്ട്. ക്ലിയർ? ഇനി നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് സ്ഥലങ്ങളിൽ എന്തോ മാറ്റമുള്ളത് കൊണ്ടാണ് അവിടെ ഡിസ്കണ്ടിന്യൂറ്റി വന്നത്. സോ ഇവിടെ മാൻഡിലും ഭൂവൽക്കവും ഇവർക്കിടയിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. സോ വേർതിരിക്കുന്ന ആ ഒരു പോയിന്റാണ് ഡിസ്കണ്ടിന്യൂറ്റി. ഇവിടെ നിങ്ങൾ നോക്കി നോക്കി കഴിഞ്ഞാൽ ഇപ്പം മാൻഡിലിൻ്റെ ഇടയും ക്രസ്റ്റിൻ്റെ ഇടയിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അതേപോലെ മാൻഡിലിൻ്റെയും കോറിൻ്റെ ഇടയിലും എന്തുണ്ട്? ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതിനെയും നമ്മൾ തിരിച്ചു വെച്ചിരിക്കുകയല്ലേ. അതായത് മാൻഡിലിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയല്ലേ. മാൻഡിലിനെ ഏതാണ്? ഉപരി മാൻഡിലും അധോ മാൻഡിലും. അപ്പൊ അവർക്കിടയിലും ഒരു അതിർവരമ്പ് കാണൂലേ, അവർക്കിടയിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണും. അതേപോലെ പുറക്കാമ്പ് അകക്കാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു വേർതിരിവ് കാണൂലേ. അപ്പൊ ഇതും എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ അതിനും എന്തുണ്ട്? പേര് ഉണ്ട്. സോ നമുക്ക് ഇവർക്കിടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി കിട്ടി. ഇനി ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. സോ നോക്കിക്കോ. അപ്പൊ ഭൂവൽക്കത്തിന്റെ അകത്തുള്ളയാണ് സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തെ രണ്ടായിട്ട് തിരിച്ചു, ഉപരി വൻകര ഭൂവൽക്കവും അധോ വൻകര ഭൂവൽക്കവും, അഥവാ അപ്പർ കോണ്ടിനെന്റൽ ക്രസ്റ്റും ലോവർ കോണ്ടിനെന്റൽ ക്രസ്റ്റും. ഇവർക്കിടയിലെ അതായത് ഈ വൻകരകൾക്കിടയിലെ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ് കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ്ടാ? കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയോ? കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി ഓർത്തിരിക്കുക എളുപ്പമല്ലേ. കൊണാർഡ് കോണ്ടിനെന്റലും കൊണാർഡും ഒരു കണക്ഷൻ ഇല്ലേ, ഓർത്തിരിക്കാൻ പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഒരിക്കൽ പി എസ് സി ചോദിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും ശ്രദ്ധിച്ചേക്കുക, അവിടെ അപ്പർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഒന്നും ചോദിച്ചില്ല. അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ഏതാണെന്ന് ചോദിച്ചു. കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി നിങ്ങൾ മനസ്സിലാക്കിയടാ, ഈ കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി തന്നെയാണ് ചില സ്ഥലങ്ങളിൽ ഇവിടെയും കിടക്കാറുള്ളത്. സമുദ്രത്തിന്റെയും വൻകരയുടെയും ഇടയിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണൂലേ, അതും കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പല പുസ്തകങ്ങളും പറയുന്നത്. എൻ സി ആർ ടിയിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ എൻ സി ആർ ടിയിൽ പറയുന്നത് അപ്പർ ക്രസ്റ്റിന്റെയും ലോവർ ക്രസ്റ്റിന്റെയും ഇടയിൽ ഡിസ്കണ്ടിന്യൂറ്റി കൊണാർഡ് എന്ന് പറയും. അത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ഉപരി മാൻഡിലിന്റെയും അധോ മാൻഡിലിന്റെയും ഇടയിലെ ഡിസ്കണ്ടിന്യൂറ്റി, അതായത് മാൻഡിലുകൾക്കിടയിലെ ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയോ? മറ്റേത് കോണ്ടിനെന്റുകൾക്കിടയിലെ ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഏത്? കൊണാർഡ്. ഇവിടെ മാൻഡിലുകൾക്കിടയിലെ ഡിസ്കണ്ടിന്യൂറ്റി ആണ് റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ്? റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ? അതെങ്ങനെ ഓർത്തിരിക്കാം? മനുഷ്യനാണ് റെപ്യൂട്ടേഷൻ വേണ്ടത് അല്ലേ, മനുഷ്യനാണ് ഏത് വേണ്ടത്? റെപ്യൂട്ടേഷൻ വേണ്ടത്. സോ റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മുടെ കാമ്പുകൾക്കിടയിൽ ഉറപ്പായിട്ട് ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണും. അതായത് കോറിന്റെ ഇടയിലെ ഡിസ്കണ്ടിന്യൂറ്റിയാണ് ലിമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഇവർക്കിടയിലെയാണ് ലിമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഇത് ഞാൻ ഓർത്തു വെച്ചത്, കമ്പ് എടുത്ത് അടിക്കുന്നത് മാമനാണ്. ക്ലിയർ? മാമനാണ് കമ്പ്. കാരണം മാൻ കണക്ട് ചെയ്യാൻ പറ്റൂല, കാരണം മാൻഡിലായി പോകും. മാമനാണ് കമ്പ് കൊണ്ട് അടിക്കുന്നത്. ലേ മാമൻ വരുന്നു എന്നാണ് നമ്മൾ പറയാം അല്ലേ. ലേ മാമൻ വരുന്നു, അതായത് ദോ മാമൻ വരുന്നു. കഴിച്ചില്ലെങ്കിലൊക്കെ എനിക്കൊക്കെ അങ്ങനെയാണ്, കഴിച്ചില്ലെങ്കിൽ പറയും ഊച്ചാണ്ടി വരുന്നു, അല്ലെങ്കിൽ ദോ എന്ത് ചെയ്യും? മാമൻ വരും. ഇങ്ങനെയാണ് എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. എൻ്റെ മാമ വീഡിയോ കാണൂല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. സോ നോർമലി ദോ മാമൻ ഇപ്പം അടിക്കും, ഇങ്ങനെയാണ് പറയുന്നത്. സോ കമ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന മാമൻ്റെ എന്നാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കോറ്, എന്താണ് ലിമാൻ എന്നാണ് ഞാൻ ഓർത്തു വെച്ചത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി പഠിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ സമാധാനത്തിൽ കേൾക്കുക. ഇവിടെ നമുക്ക് നോക്കാടാ, ഭൂവൽക്കവും മാൻഡിലും. ഫസ്റ്റ് ചോദ്യം ഭൂവൽക്കവും മാൻഡിലും. സോ ആദ്യം നമ്മൾ ഒരു അരികത്തിൽ നിന്ന് പോകണം. നിങ്ങളിങ്ങനെ ആലോചിക്കുക, മനുഷ്യനും ക്രസ്റ്റും. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ആണ്, മോഹം അല്ലേ. മനുഷ്യന്റെ മോഹം ട്രസ്റ്റ് ആണ്. സോ മാൻഡിലും ട്രസ്റ്റും തമ്മിലുള്ളത്, അഥവാ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റും തമ്മിലുള്ളത് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ക്ലിയർ? ഇനി മനുഷ്യൻ ഗുഡൻബെർഗ് ഏതാണ് ചോദിക്കും? ഗുഡൻബെർഗ്. അപ്പൊ മനുഷ്യൻ കുട്ടനായിട്ടിരിക്കുമ്പോഴാണ് കമ്പ് കൊണ്ട് അടി കിട്ടുന്നത്. സോ മാൻഡിലും ഗുഡൻബെർഗ് എന്ന് പറഞ്ഞാൽ ഏതിന്റെയാണ്? നമ്മുടെ കാമ്പ്, അതായത് കോറിന്റെ ഇടയിലുള്ളതാണ് ഗുഡൻബെർഗ്. അടുത്ത് ഇവർക്ക് അകത്തോട്ടുള്ളത് ഭൂവൽക്കങ്ങൾക്കിടയിലേത്, അതിൽ ഞാൻ പറഞ്ഞില്ലേ വൻകരയാണ് നമ്മൾ പറയാറുള്ളത്. സോ കോണ്ടിനെന്റൽ കൊണാർഡ് അങ്ങനെ ഓർത്തിരിക്കാം. അടുത്ത് നോക്കിക്കോ, മാൻഡിലുകൾക്കിടയിൽ മനുഷ്യന്മാർക്കിടയിലാണ് റെപ്യൂട്ടേഷൻ ഉള്ളത്, റെപ്പിറ്റി. അടുത്ത് നമ്മുടെ കാമ്പിന്റെ ഇടയിലാണ് കാമ്പ്. ലേ മാമൻ വരുന്നു, മാമനാണ് കമ്പ് കൊണ്ട് അടിയിടുന്നത്, ലിമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയോ? ഇത്രയും കാര്യം പക്കയല്ലേ? ഇപ്പം തന്നെ 43 മിനിറ്റ് ആയി. ഈ നിമിഷം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, 100% ഉറപ്പാണ്. കാരണം അത്രത്തോളം എഫേർട്ട് ഞാൻ ഇടുന്നതിനേക്കാൾ എഫേർട്ട് നിങ്ങൾ എടുത്താണ് എന്നെ സഹിച്ച് നിങ്ങൾ ഇരിക്കുന്നത്. എന്നെ സഹിച്ച് നിങ്ങൾ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ
എങ്ങനെയെങ്കിലും കണ്ടന്റ് അടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ. പരീക്ഷ വിജയിക്കുക, ഫുൾ സപ്പോർട്ട്. ക്ലിയർ? ശരി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോക്കിക്കോടാ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നു, മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ? മോഹോ ഡിസ്കണ്ടിന്യൂറ്റി നമുക്കൊരു പിടിയില്ല, നമ്മൾ അരികത്തിൽ നിന്ന് പോയാണ്. ഫസ്റ്റ് ട്രസ്റ്റ്. മനുഷ്യന് ട്രസ്റ്റ് വേണം. മനുഷ്യന് ട്രസ്റ്റ് ആണെന്നാണ് മോഹം. മനുഷ്യന് ട്രസ്റ്റ് ആണ് ഏറ്റവും വലിയ മോഹം. അപ്പൊ ട്രസ്റ്റ് ക്രസ്റ്റും അതേപോലെ തന്നെ മാന്റിലും. ക്ലിയർ ആയോ? തിരിച്ചു മറിച്ചു നോക്കി എഴുതാടാ. അടുത്ത് നമ്മൾക്ക് നോക്കണം ഗുഡൻബെർഗ് ഏതാണ്? ഗുഡൻബെർഗ് ഏതാണെന്ന് നോക്കണം. ഗുഡൻബെർഗ് ഡിസ്കണ്ടിന്യൂറ്റി ഏതാണെന്ന് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും കുട്ടനായിട്ടിരിക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് കമ്പ് വെച്ച്, അല്ലെ? മനുഷ്യന് കുട്ടനായിട്ടിരിക്കുമ്പോഴാണ് കമ്പ് വെച്ച് അടി കിട്ടുന്നത്. സോ മാന്റിലും കാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ മിക്സ് ആവും. ക്ലിയർ? അടുത്തത് ഫസ്റ്റ് ക്രസ്റ്റിന്റെ ഇടയിൽ നോക്കണം. ക്രസ്റ്റിന്റെ ഇടയിൽ നോക്കുമ്പോൾ കോണ്ടിനെന്റ് ക്രസ്റ്റിലാണ് കൊണാർഡ്, അല്ലെ? കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ കൊണാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അപ്പർ ക്രസ്റ്റ് എന്നും ലോവർ ക്രസ്റ്റ് എന്നും ആയിരിക്കും എന്ത് ചെയ്യുക ചോദിക്കുക. അപ്പർ ക്രസ്റ്റിന്റെ ലോവർ ക്രസ്റ്റിന്റെ ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും ചോദിക്കുക. ഞാൻ PYക്ക് കാണിച്ചു തരാൻ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം മാന്റിലുകൾക്കിടയിൽ, അതായത് എന്താണ് അപ്പർ മാന്റിലും ലോവർ മാന്റിലും മനുഷ്യനാണ് റെപ്യൂട്ടേഷൻ ഉള്ളത്. റെപ്പിറ്റി. ഓക്കെ. അടുത്തത് കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമ്പ്. മാമനാണ് കമ്പ് വെച്ച് അടിയുന്നത്. മാമൻ വരുന്നു. ലെമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂറ്റിയെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ആ സ്ട്രക്ചർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്, തീർന്നില്ല. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കുക, ഭൂവൽക്കത്തെയും നമുക്കൊരു സൈഡിൽ നിന്ന് പോകാൻ വേണം. ഭൂവൽക്കത്തെയും അതേപോലെ തന്നെ നമ്മുടെ അപ്പർ മാന്റിലിനെയും ഭൂവൽക്കത്തെയും അപ്പർ മാന്റിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പേരാണ് ലിത്തോസ്ഫിയർ, അല്ലെ? എന്തെന്ന് വിളിക്കൂടാ? ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിൽ ശിലാമണ്ഡലം എന്ന് പറയും. ശിലാമണ്ഡലം. ക്ലിയർ ആയോ? ശിലാമണ്ഡലം എന്ന് പറയും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രസ്റ്റ്, അതായത് നമ്മുടെ ഭൂവൽക്കവും അപ്പർ മാന്റിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ലോവർ മാന്റിലില്ല, അപ്പർ മാന്റിലിനെയും അതേപോലെ തന്നെ ഭൂവൽക്കത്തെയും. സോ നമ്മളെ പടം അനുസരിച്ച് ഈ ഒരു എൻറ്റയർ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം. എന്താണ്? ശിലാമണ്ഡലം. എന്താണ് ഈ ശിലാമണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്, എല്ലാതരം സ്വാഭാവിക ഭൂകമ്പങ്ങളും ഉണ്ടാകുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നാണ്. എല്ലാതരം സ്വാഭാവിക ഭൂകമ്പങ്ങളും ഉണ്ടാകുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നാണ്. വരച്ച് പറയുന്നതിൻ്റെയൊക്കെ നോട്ട് ഇവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ശിലാമണ്ഡലത്തിൽ നിന്നാണ്. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കേസുണ്ട്. നമ്മൾ ഭൂമിയുടെ ഘടന ഇങ്ങോട്ട് ഞാൻ മാറ്റി വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ഇവിടെ മറ്റൊരു രീതിക്ക് ഇവരെ തിരിക്കാൻ വേണ്ടി പോവുകയാണ്. സോ നോക്കിക്കോ, ഇത്രയും നേരം നമ്മൾ ഭൂവൽക്കം എന്നൊക്കെയല്ലേ തിരിച്ചത്. ഇവിടെ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞത് ലിത്തോസ്ഫിയറിനെ പറ്റിയാണ്. കുറച്ച് സ്പിയേഴ്സ് ആയിട്ട് ഇതിനെ തിരിക്കാറുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പോർഷനാണ് നമ്മുടെ ഭൂവൽക്കം. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഇത്രയും വലിയ, നമ്മൾ നേരത്തെ എടുത്തത് മഞ്ഞയല്ലേ, അപ്പോൾ ഇനി കൺഫ്യൂഷൻ വരണ്ട. ഈ ഒരു പോർഷൻ അത് ഞാൻ കോപ്പി ചെയ്ത് വയ്ക്കണമെന്ന് വിചാരിച്ചേണ്ട ക്ലാസ്സിന് മുമ്പ്, പക്ഷേ അത് ഞാൻ വിട്ടുപോയി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വരയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഈ പടം വരയ്ക്കുന്ന സാഹസത്തിലോട്ട് മുതിരുന്നത്. ശരി, നോക്കിക്കോ. ഓക്കെ, ഇതാണ് നമ്മുടെ മാൻഡിൽ. ഈ മാൻഡിലിൻ്റെ തൊട്ട് താഴെ നമുക്ക് എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു, കാമ്പുണ്ട്, അല്ലേ? തൊട്ട് താഴെ നമുക്ക് എന്തുണ്ട്? കാമ്പുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ശിലാമണ്ഡലത്തിൽ നമ്മൾ ഇവനെ തിരിക്കുകയാണ്. സോ ശിലാമണ്ഡലത്തിൽ പറയുന്നതിന് മുമ്പേ നമുക്കിവിടെ അപ്പർ മാൻഡിൽ എടുക്കാം. അപ്പർ മാൻഡിലിൻ്റെ മലയാളത്തിലെ ഉപരിമാൻഡിൽ. ഇത് ഉപരിമാൻഡിലാണ്, ഇത് നമ്മുടെ അധോമാൻഡിലാണ്. ഇവിടെ നമ്മുടെ കാമ്പിനെ നമ്മൾ രണ്ടായി തിരിക്കുന്നു, പുറക്കാമ്പ് അതേപോലെ തന്നെ അകക്കാമ്പ്. അപ്പം ഇവിടെയും കൂടെ നമുക്ക് തിരിക്കാം, അല്ലേ? ഇവിടെ എന്താണ്? ഇത് സമുദ്ര ഭൂവൽക്കം. അങ്ങനെ ഇടതോ വലുതാണ് കേട്ടോ, സമുദ്ര ഭൂവൽക്കം. ഇവിടെ വൻകര ഭൂവൽക്കം. ക്ലിയർ? ഞാൻ അപ്പർ ഒക്കെ വിട്ട് സിമ്പിളി എഴുതി. ഇവിടെ ഈ ഒരു പോർഷൻ ഇടാം. അതായത് നമ്മുടെ ഭൂവൽക്കത്തെയും ഇതിനെ എൻറ്റയർലി നമ്മൾ പറയുന്നത് എന്തെന്നാണ്? ഭൂവൽക്കം എന്നാണ്, അല്ലേ? എൻറ്റയർലി ഇതിനെ രണ്ടിനെയും ചേർത്ത് നമ്മൾ എന്ന് പറയും? ഭൂവൽക്കം എന്ന് പറയും. ക്ലിയർ? ഈ ഒരു പോർഷൻ എൻറ്റയർലി നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മാൻറ്റിൽ. ഇതിൻ്റെ താഴെ ഈ ഒരു ഭാഗം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാമ്പ്, പുറക്കാമ്പ് അല്ലെങ്കിൽ അകക്കാമ്പ് എന്ന് ചേർത്ത് വിളിക്കും, കാമ്പെന്ന് വിളിക്കും. ഇതിൽ ശ്രദ്ധിച്ച് കേട്ട് നമ്മൾ ബാരോസ്ഫിയറിനെ പറ്റിയൊക്കെയാണ് പറയുന്നതാണ്. സോ ഭൂവൽക്കം എൻറ്റയർ ഭൂവൽക്കവും ഉപരിമാൻഡിലിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം. എന്തെന്ന് വിളിക്കും? ശിലാമണ്ഡലം. ക്ലിയർ ആയോ?
ഈ ശിലാമണ്ഡലത്തിന്റെ താഴെ ശിലാമണ്ഡലത്തിൽ നിന്നാണ് ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഭൂകമ്പ തരംഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ശിലാമണ്ഡലത്തിൽ നിന്നാണ്. ഈ ശിലാമണ്ഡലത്തിന്റെ താഴെ നമ്മുടെ അതായത് നമ്മുടെ എന്താണ് അധോ മാൻഡിലിൽ, ശിലാമണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ചേർന്നതാണ്? നമ്മുടെ ഉപരിമാൻഡിലും അതേപോലെ ഭൂവൽക്കവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെ അപ്പർ മാൻഡിൽ തുടങ്ങുന്നതിന് മുമ്പ് ശിലാമണ്ഡലത്തിന്റെ താഴെ അധോ മാൻഡിൽ, അപ്പർ മാൻഡിലല്ല അധോ മാൻഡിൽ, ലോവർ മാൻഡിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു പ്രത്യേകതരം ഈ ഒരു സോണിന് ഇങ്ങനെ ഒരു സോൺ കാണും. ഇത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതൊരു അർദ്ധദ്രാവകാവസ്ഥയിലാണ്. നമുക്ക് ഏതെന്ന് പറയാം? അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഇതൊരു അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഈ ഒരു സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അസ്തനോസ്ഫിയർ. ക്ലിയർ ആയോ? അസ്തനോസ്ഫിയർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മുടെ മാഗ്മ ഉണ്ടാകുന്നത്. മാഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തോട്ട് വരുന്ന സാധനമാണ് ലാവ. ഈ ലാവ ഭൂമിക്കടിയിലാകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്മ. സോ നമ്മുടെ മാഗ്മയുടെ ഉറവിടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസ്തനോസ്ഫിയർ ആണ്. ക്ലിയർ ആയോ? അസ്തനോസ്ഫിയറിന്റെ താഴോട്ട് ശ്രദ്ധിച്ചേക്കുക. അസ്തനോസ്ഫിയറിന്റെ താഴോട്ടുള്ള ബാക്കി ഈ ഒരു ഏരിയയിൽ, അതായത് മാൻഡിൽ തീരുന്ന ഈ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസോസ്ഫിയർ. ക്ലിയർ ആയോ? മീസോസ്ഫിയർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാറേ മീസോസ്ഫിയർ മോഡലല്ലേ? താഴെ ഉണ്ടടാ മീസോസ്ഫിയർ. മീസോസ്ഫിയറിന് താഴോട്ടുള്ള കാമ്പിന്റെ ആ ഒരു ഏരിയ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിസ്ഫിയർ. ക്ലിയർ ആയോ? ബാരിസ്ഫിയർ. ഓക്കെ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ ഒരു സാധനമാണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ അസ്തനോസ്ഫിയർ വരെ ആയിരിക്കും. അല്ല, നമുക്ക് ശിലാമണ്ഡലം ഉണ്ട്, അസ്തനോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, ബാരിസ്ഫിയർ ഉണ്ട്. ക്ലിയർ ആണേ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ചിലപ്പോൾ കോറ് തരൂല. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് മാൻഡിലിന്റെ താഴോട്ടുള്ള ഭാഗം താഴെ പരന്നിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാൻഡിലിന്റെ താഴോട്ടുള്ള ഭാഗം താഴെ പരന്നിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചിട്ട് ഓപ്ഷനിൽ ബാരിസ്ഫിയർ ആണ് PSC തരാറുള്ളത്. ചിലപ്പം തരും, ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം ഓക്കെ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നും കൂടി, ശിലാമണ്ഡലം എന്ന് വെച്ചാൽ മാൻഡിലിനെയും സിംപ്ലി പറഞ്ഞാൽ ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് പറയുന്ന പേരാണ് ശിലാമണ്ഡലം. ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് പറയുന്നതാണ് ശിലാമണ്ഡലം. ഇംഗ്ലീഷിൽ ലിത്തോസ്ഫിയർ എന്നാണ്. ലിത്തോസ്ഫിയർ ശിലാമണ്ഡലത്തിന്റെ താഴെ എന്താണ്? മോൾട്ടൺ സ്റ്റേറ്റ്, അതായത് അർദ്ധദ്രാവക, സെമി മോൾട്ടൺ എന്നാണ് കറക്റ്റ് പറയേണ്ട. സെമി മോൾട്ടൺ സ്റ്റേറ്റിൽ, അർദ്ധദ്രാവക അവസ്ഥയിൽ നമ്മുടെ സബ്സ്റ്റൻസ് കാണപ്പെടും. ആ ഒരു സ്ഥലമാണ് നമ്മുടെ അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. മലയാളമില്ല, അസ്തനോസ്ഫിയർ തന്നെയാണ്. ഇതാണ് മാഗ്മയുടെ ഉറവിടം. ഇവിടെ നിന്നാണ് മാഗ്മ ഉണ്ടാവുന്നത്, അഥവാ ലാവ ഉണ്ടാവുന്നത് ഇവിടെ വെച്ചാണ്. ഇനി ഇതിന്റെ താഴെയുള്ള ഏരിയ ആണ് മീസോസ്ഫിയർ, അതിന് താഴെയാണ് ബാരിസ്ഫിയർ. ബാരിസ്ഫിയർ എന്ന് വെച്ചാൽ ഈ കോർ വരുന്ന ഏരിയ. ക്ലിയർ? ഇനി മാൻഡിലിന്റെ ഒരു മുക്കാ ഏരിയ നമ്മൾ എന്താണ്? മീസോസ്ഫിയറിലാണ് പറയുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഇതിന്റെ അവസ്ഥകളെ പറ്റി പഠിക്കണം. അവസ്ഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സ്റ്റേറ്റ്സിലാണെന്ന് പഠിക്കണം. നമുക്കറിയാം ഭൂവൽക്കം. നോക്കിക്കോ, ഭൂവൽക്കം ഞാൻ ഫുൾ എഴുതിയില്ലേ? ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഭൂവൽക്കം നമ്മുടെ ഖരാവസ്ഥയിലാണ്. നമുക്കറിയാം ഭൂവൽക്കം ഖരാവസ്ഥ. ഉപരിമാൻഡിലും ഖരാവസ്ഥയിലാണ്. തൊട്ട് താഴെയുള്ള അസ്തനോസ്ഫിയർ നമുക്കറിയാം അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അതിന്റെ താഴെയുള്ള അധോമാൻഡില് ഞാൻ പറയുന്ന തെറ്റാണെന്ന് നിങ്ങൾ വിളിച്ച് പറഞ്ഞു കളയരുത്, ഖരാവസ്ഥയിലാണ്. നിങ്ങളുടെ വിചാരം ആ മാൻഡിലിന്റെ, അതായത് ലോവർ മാൻഡിലെ അർദ്ധദ്രാവക അവസ്ഥയാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അല്ല, അത് ഏത് അവസ്ഥയാണ്? ഖരാവസ്ഥയിലാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ കാണിച്ചു തരാം, ഹിന്റ് കാണിച്ചു തരാം. ഖരാവസ്ഥയിലാണ്. പുറക്കാമ്പ് നമുക്കറിയാം, പുറക്കാമ്പ് ഒന്നും നോക്കണ്ട, ദ്രാവകാവസ്ഥയിലാണ്. എന്നാൽ അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. ഇതാണ് ഓർഡർ. ശ്രദ്ധിച്ച് കേൾക്കേടാ. ഭൂവൽക്കം സത്യം പറഞ്ഞാൽ ഇവിടെ ദ്രാവകാവസ്ഥയിൽ പുറക്കാമ്പ് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നോക്കിക്കോ, ഭൂവൽക്കം ഖരാവസ്ഥ സോളിഡ് ആണ്. അപ്പർ മാൻഡിലും സോളിഡ് സ്റ്റേറ്റിലാണ്. അതിന്റെ തൊട്ട് താഴെ ശിലാമണ്ഡലം നമ്മുടെ ഏതാണ്? അർദ്ധദ്രാവകാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ ഉള്ളത്. അതിന്റെ താഴെയുള്ള ലോവർ മാൻഡിൽ, അധോ മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഖരാവസ്ഥയിലാണ്. അതിന്റെ താഴെയുള്ള പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ്. അതിന്റെ താഴെയുള്ള അകക്കാമ്പ് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറക്കാമ്പാണ് ഏതവസ്ഥയിലുള്ളത്? ദ്രാവകാവസ്ഥയിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അല്ല, ലോവർ മാൻഡിലും ദ്രാവകാവസ്ഥയിലാണ് അല്ലെ? ലോവർ മാൻഡില് ദ്രാവകാവസ്ഥയിലാണെന്ന് വെച്ചാൽ അല്ല. നിങ്ങൾക്ക് ഞാൻ SCRTയിലെ ആ പോയിന്റ് കാണിച്ചു തരാം.
നോക്ക് ഇതാ മാൻഡിലിനെ പറ്റി പറയുന്നതാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക്, പഴയ ടെക്സ്റ്റ് ബുക്കിലല്ല, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെ, ഈ പോയിന്റ് നിങ്ങൾ വിട്ടേരെ, അത് വായിച്ചു നോക്കാം. ഭൂവൽക്കത്തിൽ നിന്ന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന്റെ താഴെയാണ് മാൻഡിൽ. താരതമ്യേന കനം കൂടിയ ഭാഗമാണ്. നമ്മൾ പഠിച്ചു ഇതിന് എന്ത് കൂടുതലാണ്? കനം കൂടുതലാണ്. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് 2900 വരെയാണ്. ഭൂവൽക്കത്തിനും മാൻഡിലിന്റെ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഭൂവൽക്കവും അതേപോലെ നമ്മൾ പറഞ്ഞു ഉപരി മാൻഡിലും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അത് നമുക്ക് മനസ്സിലായി. ഉപരിമാൻഡിലും അതേപോലെ ഭൂവൽക്കത്തെയും ചേർത്ത് നമ്മൾ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ശിലാമണ്ഡലത്തിന്റെ താഴെ ശിലാദ്രവങ്ങളൊക്കെ ഉരുകി ഒരു സെമി മോൾട്ടൺ സ്റ്റേറ്റിൽ, ട്രാൻസിഷൻ സോൺ, അർദ്ധദ്രാവക അവസ്ഥയിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നു. അതാണ് നമ്മുടെ ഏത് അവസ്ഥ, അല്ലെങ്കിൽ ഏത് സ്ഫിയർ? അസ്തനോസ്ഫിയർ. ക്ലിയർ ആയോ? അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. ക്ലിയർ ആയോ? അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത് അസ്തനോസ്ഫിയർ ആണെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഭാഗം ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ് എന്ന് എടുത്ത് പഴയ SCRT ഇല്ല, പുതിയതിൽ, പഴയതിൽ ദ്രാവകാവസ്ഥ എന്ന് എടുത്താലും പുതിയതിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഏതവസ്ഥയാണ്? ഖരാവസ്ഥയാണ്. ചോദിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതിലോട്ട് വരാടാ. ഇനി നമുക്ക് ഇവിടെ 1-2 കാര്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാം? തിരിച്ചു വരാം. സോ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു കാര്യം കൂടി, ഒറ്റ കേസ് കൂടി നമുക്കിവിടെ നോക്കാൻ വേണ്ടിയുണ്ട്. അത് നമുക്ക് ഈ പേജിനെ തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് അപ്പുറത്തോട്ട് വയ്ക്കാം. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, കോപ്പി ചെയ്യണ്ട, വേഗം വരയ്ക്കാം. നോക്കിക്കോണം. സോറി, സമയം എടുക്കുകയാണ്, എനിക്കറിയാം. പക്ഷേ വേറെ നിവൃത്തിയില്ല ഗൈസ്. ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ വേണ്ടിയുള്ളൂടാ. ഇതിൽ പെട്ടെന്ന് അടിക്കുകയാണ്. ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ ഇത് നമ്മുടെ ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിന്റെ താഴെ ഇതുവരെ ഏതുണ്ട്? മാൻഡിലുണ്ട് അല്ലേ? ഇതുവരെ ഏതുണ്ട്? മാൻഡിലുണ്ട്. നമ്മുടെ മാൻഡിലിന്റെ ഭാഗം ഇത്രയും ഭാഗത്ത് എന്തുണ്ട്? മാൻഡിലുണ്ട്. മാൻഡിലിന്റെ താഴോട്ട് നമുക്ക് ഏതുണ്ട്? കാമ്പുണ്ട്, കോറുണ്ട് അല്ലേ? ഈ ഭാഗത്ത് കോറുണ്ട്. ഇനി ഇവിടെ നോക്കിക്കോ. ടോട്ടലി ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഇത് തൊട്ട് ഇതുവരെ ടോട്ടലി ഉള്ള ആ ഒരു ആഴം അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 6371 കിലോമീറ്റർ ആണ്. 72 കിലോമീറ്റർ ആണ്. ക്ലിയർ. ഭൂവൽക്കത്തിന് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ്. 2900 കിലോമീറ്റർ വരെയാണ് ഏതുള്ളത്? മാൻഡിലുള്ളത് 2900 കിലോമീറ്റർ വരെയാണ്. 2900 കിലോമീറ്റർ തുടങ്ങി താഴോട്ട് 6371 കിലോമീറ്റർ വരെയാണ് ആരുള്ളത്? കോറുള്ളത്. ഇതല്ലേ കോറ്? ഇത് കോറുള്ളത് എന്താണ്? മാൻഡിലിന്റെ താഴോട്ട് 6371 കിലോമീറ്റർ വരെ ആരുണ്ട്? കോറുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമുക്കിവിടെ ഫുള്ളായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഈ കാര്യം ഒന്ന് നോക്കാം. നോക്കിക്കോടാ. നോക്ക്, ഇതിനെ കംപ്ലീറ്റ്ലി ഞാൻ വിളിക്കുന്ന പേരാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റിൽ നോക്ക്, ഇവിടെ ഇതാണ് ഓഷ്യാനിക് ക്രസ്റ്റ്. പച്ചയുടെ നീലടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഭാഗം ഓഷ്യാനിക്കും, ഈ ഒരു ഭാഗം ടോട്ടലി നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് വിളിക്കും. ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ഈ ഹൈറ്റ് ഉള്ള ഭാഗമാണ് അപ്പർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ അപ്പർ ക്രസ്റ്റ്. ഇതാണ് ലോവർ ക്രസ്റ്റ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അടുത്ത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, അതിന്റെ തൊട്ട് താഴെ ക്രസ്റ്റിന്റെ തൊട്ട് താഴെ മാൻഡിലാണ്. മാൻഡിലിന്റെ ഏത് ഭാഗമാണ്? അപ്പർ മാൻഡിലാണ്. അതിന്റെ താഴെ ലോവർ മാൻഡില്. അപ്പർ മാൻഡിലിന്റെയും ലോവർ മാൻഡിന്റെയും ഇടയിൽ എന്തുണ്ട്? നമ്മുടെ അസ്തനോസ്ഫിയർ ഉണ്ട്. എന്താണ് അസ്തനോസ്ഫിയർ? നമ്മുടെ മാഗ്മയുള്ള അസ്തനോസ്ഫിയർ ഉണ്ട്. ക്ലിയർ. അതിനുശേഷം ഇവിടെ നമ്മുടെ ലോവർ മാൻഡിലിന്റെ താഴെയായിട്ട് കോറുണ്ട് അല്ലേ? കോറിനെ രണ്ടായിട്ട് തിരിക്കാം, ഔട്ടർ കോറും ഇന്നർ കോറും. മാൻഡിൽ എവിടെ വന്ന് നിൽക്കും? 2900 കിലോമീറ്റർ എത്തുമ്പോഴത്തേക്കും മാൻഡിൽ തീരും. ലോവർ മാൻഡിലെ ലാസ്റ്റ് പോർഷൻ തീരും. ഇനി അത് തൊട്ട് 6372 അല്ലെങ്കിൽ 71 കിലോമീറ്റർ വരെ ആര് വ്യാപിച്ച് കിടപ്പുണ്ട്? നമ്മുടെ കോർ. 2900 മുതൽ 6371 കിലോമീറ്റർ അല്ലെങ്കിൽ 72 കിലോമീറ്റർ വരെ ഉള്ളത് കോറാണ്. ഇനി ഡിസ്കണ്ടിന്യൂറ്റിയെ പറ്റി പറയുമ്പോൾ നോക്കടാ, കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി നോക്ക്, അല്ലെങ്കിൽ കൊണാർഡ് നോക്ക്, നമ്മുടെ ഏതിൻ്റെ ഇടയിൽ? കോണ്ടിനെന്റ്സിന്റെ ഇടയിലുള്ളതാണ് കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി. മോഹോ ഡിസ്കണ്ടിന്യൂറ്റി അതെന്താണ്? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി അതാ കിടക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രസ്റ്റിന്റെയും മാൻഡിലിന്റെയും ഇടയിലുള്ളതാണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി അതിനുശേഷം
റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പർ മാൻഡിലിന്റെയും ലോവർ മാൻഡിലിന്റെ ഇടയിലുള്ളതാണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. അതിനുശേഷം ഗുഡൻബെർഗ് ഡിസ്കണ്ടിന്യൂറ്റി. മാൻഡിലിന്റെയും അതേപോലെ തന്നെ കോറിന്റെയും ഇടയിലുള്ളതാണ് ഗുഡൻബെർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ലിമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഔട്ടർ കോറിന്റെയും ഇന്നർ കോറിന്റെയും ഇടയിലുള്ളതാണ് ലിമാൻ ഡിസ്കണ്ടിന്യൂറ്റി. നിങ്ങൾ ഈ ഫോട്ടോ നോക്കിയിട്ട് ഇതിൽ സ്വന്തമായിട്ടൊന്ന് വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ക്ലിയർ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ബുക്കിലൊക്കെ ഉള്ളതാണേ, ഇത് വരച്ചാൽ നമ്മുടെ മനസ്സിലിരിക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് ലാസ്റ്റ് നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. പകരം നമ്മൾ വരച്ചതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യും, മനസ്സിലാകും. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വരച്ച് പഠിക്കണം. ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യവും കൂടി, ഇത് നമുക്ക് എന്ത് ചെയ്യാം, PVQ ചെയ്യുമ്പോൾ മനസ്സിലാവൂടാ. മറ്റൊരു ചോദ്യം ഉണ്ട്. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ ക്രസ്റ്റും, ശ്രദ്ധിച്ചേക്കട, ക്രസ്റ്റിൻ്റെയും മാൻഡിലിൻ്റെയും ഇടയിലെ ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. അത് നമുക്കറിയാം. ക്ലിയർ. ക്രസ്റ്റ്, മനുഷ്യന് മോഹമാണ് ട്രസ്റ്റ്, മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. ഈ ക്രസ്റ്റ് എന്ന് പറയുമ്പം ഇതാണ് ക്രസ്റ്റ് എന്ന് വിചാരിച്ചോണേ. നമുക്ക് ഒരു ഷെയ്ഡ് അടിക്കാടാ, കാരണം ഒരു ആവശ്യമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണേ. ഇതാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് നിങ്ങൾ വിചാരിച്ചു. ക്ലിയർ. ഇതാണ് നമ്മുടെ മാൻഡിൽ എന്ന് നിങ്ങൾ വിചാരിച്ചു. ക്ലിയർ. ഇതാണ് ക്രസ്റ്റ്, ഇതാണ് മാൻഡിൽ. ക്ലിയർ ആയോ? ഇവിടെ ഈ പോർഷനാണ് അപ്പർ മാൻഡിൽ, അപ്പർ മാൻഡിൽ അഥവാ ഉപരി മാൻഡിൽ. ഓക്കെ. ഈ കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ? കൊണാർഡല്ലോ, സോറി, നമ്മുടെ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് ഈ പോർഷനിലായിരിക്കും. ക്ലിയർ ആയോ? അതുകൊണ്ട് ചിലപ്പം PSC ക്രസ്റ്റിൻ്റെയും മാൻഡിലിൻ്റെയും ഇടയിലെന്ന് ചോദിക്കാതെ ക്രസ്റ്റിൻ്റെയും അപ്പർ മാൻഡിലിൻ്റെയും എന്ന് ചോദിക്കും. അതൊന്നും കണ്ട് പേടിക്കല്ലേ. ക്രസ്റ്റിൻ്റെയും ഇത്രയല്ലേ ക്രസ്റ്റ്, ഇതല്ലേ എന്തെന്ന് പറയുന്നത് അപ്പർ മാൻഡിലിൻ്റെ മോൾ ഭാഗമല്ലേ അപ്പർ മാൻഡിൽ, അതിൻ്റെയും ഇടയിലെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, മോഹോ ഡിസ്കണ്ടിന്യൂറ്റി തന്നെയാണ്. ഇതേപോലെ PSC മറ്റൊരു രീതിക്ക് ചോദിച്ചു കളയോടാ. താഴെ നമുക്കറിയാം, നോക്കി നോക്ക്, ഇതിൻ്റെ താഴെ ലോവർ മാൻഡിൽ, ഇതിൻ്റെ താഴെ ലോവർ മാൻഡിൽ, ഇതിൻ്റെ താഴെ ലോവർ മാൻഡിൽ. ഇവിടെ ഇതാണ് കോർ, ഇത്രയും ഭാഗമാണ് കോർ. കോറിൻ്റെ ടോപ്പ് ഏരിയയിലെ നമ്മൾ ഔട്ടർ കോർ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ PSC ലോവർ മാൻഡിലും ഔട്ടർ കോറും, ചിലപ്പോൾ PSC എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മാൻഡിലിൻ്റെയും ഇത് ഇത്രയും മാൻഡിലാണ്. മാൻഡിലിൻ്റെയും കോറിൻ്റെയും ഇടയിലാണ് ഗുഡൻബെർഗ് അല്ലേ? ഏതാണ്? ഗുഡൻബെർഗ്. ചിലപ്പോൾ PSC എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ മാൻഡിലിൻ്റെയും ഔട്ടർ കോറിൻ്റെയും ഇടയിലത് എന്ന് ചോദിക്കും. അപ്പോഴും ഏത് തന്നെയാണ്? ഗുഡൻബെർഗ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? സംഭവം ക്രസ്റ്റിൻ്റെയും മാൻഡിലിൻ്റെ ഇടയിലാണ്, പക്ഷെ ആ ഒരു പോർഷൻ നിങ്ങൾ നോക്കുമ്പോൾ അപ്പർ മാൻഡിൽ എന്നും അതേപോലെ ക്രസ്റ്റ് എന്നും വരാം, അതുപോലെ തന്നെ ലോവർ മാൻഡിൽ എന്നും ഔട്ടർ കോർ എന്നും വരാം, അങ്ങനെയും വരാം. ക്ലിയർ. അതാണ് പടത്തിൻ്റെ ഒരു ഗുണം. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഇത്രയും നേരത്തെ ക്ലാസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 1 മണിക്കൂറും 1 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേർക്കുന്നുണ്ട്, അതാണ് സംഭവം. എന്നിൽ നിന്ന് ഈ വേർപ്പിൻ്റെ വെള്ളമാണ് ഈ വരുന്നത്, അതാണ് ഞാൻ കൈ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ ഈ പോർഷൻ തീരും. ഇനി നമുക്ക് നോട്ട് വായിച്ചു നോക്കാം. ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും പുറമെയാണ്, കനം കുറവാണ്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ക്ലിയർ ആയോ? ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലല്ലേ ഏതുള്ളത്, പാറകളൊക്കെ ഉള്ളത്. ഇനി അടുത്ത ഭൂവൽക്കത്തിന് 2 ഭാഗമുണ്ട്. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. നോക്കിക്കോ, എന്താണ് ഞാൻ ഈ ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സുന്ദര കല്ലാടി സിനിമ കണ്ടുണ്ടോ? അതിൻ്റെ അത് താഴോട്ട് പോകുമ്പോൾ നിറയെ പാറകളല്ലേ. സോ നമ്മൾ നിന്നിട്ട് ഇവിടെ കുഴിച്ചാൽ നമ്മൾ ആദ്യം എത്തുന്നത് ഏതിലായിരിക്കും? നമ്മുടെ ഭൂവൽക്കത്തിലായിരിക്കും. സോ ഭൂവൽക്കം എന്ന് പറയുമ്പോൾ അത് ഫുൾ എന്താണ്? പാറകളാണെന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, വൻകര ഭൂവൽക്കം സിലിക്ക, അലുമിനിയം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. അതായത് വൻകര ഭൂവൽക്കത്തിന്റെ കനം 30 കിലോമീറ്റർ ആണ്. എന്നാൽ പർവ്വത മേഖലകളിൽ ഇത് 70 കിലോമീറ്റർ ആണ്. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് 70 കിലോമീറ്റർ കനമുണ്ട്. അടുത്ത് നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിലോട്ട് വരുന്ന സമയത്ത് സിലിക്ക, മെഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിനെ സിമ എന്ന് വിളിക്കുന്നു. സമുദ്രം എന്ന് പറയുമ്പോൾ സിമ. സമുദ്ര ഭൂവൽക്കത്തിന് 5 കിലോമീറ്റർ ആണ് കനം. സമുദ്ര ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? 5 കിലോമീറ്റർ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിക്കണ്ട എന്ന് വിചാരിക്കും. SCRT പോയിന്റ് ആണ്, NCRTക്ക് വരെ ചോദിക്കും, അതായത് ഡിഗ്രിക്ക് വരെ ചോദിക്കും. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത
2.7 ഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിനെയാണ് ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? സെന്റിമീറ്റർ സ്ക്വയർ. സോ വൻകര തെറ്റിക്കല്ലേ, വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത ഇതാണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 3 ഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആയോ? വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. സമുദ്ര ഭൂവൽക്കം 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ വരെ സാന്ദ്രതയുള്ള താരതമ്യേന കനമേറിയ അല്ലെങ്കിൽ കാഠിന്യമേറിയ പാറകളാൽ നിർമ്മിതമാണ്. ക്ലിയർ ആയോ? അപ്പം ഡെൻസിറ്റി നമ്മൾ നോർമലി ആയിരിക്കും കരയ്ക്കായിരിക്കും ഡെൻസിറ്റി കൂടിയ പാറകളെന്നല്ല, കടലിലാണുള്ളത്. സോ സമുദ്ര ഭൂവൽക്കത്തിൽ 3 ഗ്രാം ആണ് അതിൻ്റെ ഡെൻസിറ്റി എങ്കിൽ വൻകര ഭൂവൽക്കത്തിൽ 2.7 ഗ്രാം ആണ്. ക്ലിയർ ആയോ? അടുത്തത് മാൻഡിൽ. ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന പാളി. ഭൂവൽക്കത്തിന്റെ താഴെയായിട്ട് ഭൂവൽക്കത്തെ മാൻഡിൽ നിന്നും വേർതിരിക്കുന്ന മോഹോ പരിവർത്തന മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹോ ഡിസ്കണ്ടിന്യൂറ്റിയിൽ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കത്തിന്റെ താഴെ 2900 കിലോമീറ്റർ വരെ ഉണ്ട്. ഭൂവൽക്ക പാളികൾ താഴെ തുടങ്ങി 2000 എന്ന് വെച്ചാൽ ഇതൊന്നുമില്ലേ, ഒന്നെങ്കിൽ നമുക്ക് പറയാം ഭൂവൽക്കത്തിൽ നിന്ന് താഴോട്ട് 2900 കിലോമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ലേ അവിടെ നിന്ന് 2900 എന്ന് പറയാം. സിംപ്ലി ഭൂവൽക്കത്തിന്റെ താഴോട്ട് 2 ഭാഗങ്ങളാണ്, അധോ മാൻഡിലും ഉപരിമാൻഡിലും. ഇനി ഉപരിമാൻഡിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഈ പാളി. ഇത് ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. അധോ മാൻഡിൽ ഉപരിമാൻഡിലിന്റെ താഴെ തുടങ്ങി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ ദ്രാവക അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ അർദ്ധദ്രാവക അവസ്ഥയിലെന്നാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ കിടന്നത്. അല്ല, അതിപ്പോൾ നിലവിൽ പറയുന്നുണ്ട്. നിലവിൽ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നില്ല, പകരം താഴോട്ടുള്ള ഭാഗം ഖരാവസ്ഥയാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ക്ലിയർ ആയോ? പഴയ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലിയർ? പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉപരിമാൻഡിൽ സ്ഥിതി ചെയ്യുന്ന താഴെ ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രാവക അവസ്ഥയിലാണെന്നാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ കിടന്നത്. ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ആയപ്പോൾ അസ്തനോസ്ഫിയറിന് താഴോട്ടുള്ള ഭാഗം ഖരാവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ? സോ അത് ഒന്ന് ഓർത്തു വെച്ചേക്കണേ. ശരി, നോക്കിക്കോ. ഇനി നമുക്ക് ഇവരെ പറ്റി ഇതിൽ പറയുന്നത് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഞാൻ പറഞ്ഞ സെയിം പോയിന്റ് ആണ് എടാ. ഭൂവൽക്കത്തിൽ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ സെയിം കേസാണ്, വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ നോക്ക്, ഞാൻ പറഞ്ഞ ഒന്നും കൂടെ പറയുന്നു. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഓക്കെയാണ്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. കാമ്പ്. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ, PVK ആണെങ്കിൽ അറിയാലോ, നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതും ഒരു അപ്ഡേഷൻ ആണ്. നേരത്തെ സെൻട്രൽ 5000 ഡിഗ്രി സെൽഷ്യസ് എന്നായിരുന്നു, ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ 5500 എന്ന് പറയുന്നുണ്ട്. അടുത്ത് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗം 2900 കിലോമീറ്റർ തുടങ്ങി 6371 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. 71 എന്നാണ് SCERT, NCERT 72 എന്നാണ്. 2 ഭാഗം പുറക്കാമ്പ്, അകക്കാമ്പ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ദ്രാവകാവസ്ഥയിലാണ്, അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ് അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. നോർമലി കാമ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? അകക്കാമ്പും പുറക്കാമ്പ് ദ്രാവകാവസ്ഥയാണെങ്കിൽ അകക്കാമ്പ് ദ്രാവകാവസ്ഥയാവണം. പക്ഷേ അകക്കാമ്പ് ചുറ്റി നിന്നുള്ള പ്രഷർ കാരണം അകക്കാമ്പ് ഏത് അവസ്ഥയിലാകുന്നു? ഖരാവസ്ഥയിൽ ആകുന്നു. പ്രധാനമായും നിക്കല്, ഇരുമ്പ് എന്നീ ധാതുക്കളാണ് നിഫെ എന്ന് വിളിക്കും. ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെയിം പോയിന്റ് ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതും പഠിക്കണോടാ, ഇമ്പോർട്ടന്റ് ആണ്. കാമ്പിന്റെ തുടക്കത്തിൽ സാന്ദ്രത 5 ഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്നാൽ അകത്തോട്ട് എത്തുമ്പോൾ എന്താണ്? സാന്ദ്രത 13 ഗ്രാം ഘന സെന്റിമീറ്റർ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ തുടക്കത്തിൽ, അതായത് പുറക്കാമ്പിന്റെ തുടക്കത്തിൽ 5 ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഡെൻസിറ്റി. പോയി സെൻട്രലിലോട്ട് എത്താറാം 6300 ഒക്കെ എത്തുന്ന സമയത്ത് ഡെൻസിറ്റി 13 ഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറും, ഉയരും. ക്ലിയർ ആണ്? ഡെൻസിറ്റി പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻസിറ്റി പഠിക്കണം. ഇത്രയും നേരം ഇരിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചുകൂടെ? ഓക്കെയാണ്. ശരിടാ, എങ്കിൽ നമുക്കിനി അതായത് മെക്കാനിക്കൽ ഡിവിഷൻ വെച്ചാണ് നമ്മൾ ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മീസോസ്ഫിയർ ഒന്നും കൂടെ പഠിച്ചു. ഏതാണ്? ബാരിസ്ഫിയർ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിക്കുന്നത്. ക്ലിയർ? അത് നമ്മുടെ മെക്കാനിക്കൽ ഡിവിഷൻ വെച്ചാണ്. ഇനി അതിനുശേഷം ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും തമ്മിലുള്ളതാണ്. ഞാൻ പറഞ്ഞ സെയിം കേസാണ് ഇവിടെ കിടക്കുന്നത്. അതിനപ്പുറം ഒന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നമ്മുടെ അസ്തനോ എന്ന വാക്കിനർത്ഥം ദുർബലം എന്നാണ്. ക്ലിയർ? അസ്തനോ എന്ന വാക്കിനർത്ഥം ദുർബലം. ഈ മാഗ്മയൊക്കെ ഉണ്ടാകുന്ന അസ്തനോസ്ഫിയർ എന്നല്ലേ, ഉരുകി ദുർബലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫോട്ടോയൊന്നും വേണ്ട. ഇത് നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഇതും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് PVKയിലോട്ട് പോവാം.
ക്ലിയർ ആയോ? നമ്മൾ ചെയ്ത PYQ ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ PYQs എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് പോകാടാ. ഓക്കെ, നോക്കിക്കോ. താഴെ നൽകിയിട്ടുള്ളവയിൽ ശിലാമണ്ഡലത്തെ കുറിക്കുന്നത് ഏത്? നമുക്കറിയാം ശിലാമണ്ഡലം, ശിലാമണ്ഡലം. ശിലാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതിലാണ് വരുന്നത്? ഏത് ഡിവിഷനിലാണ് ശിലാമണ്ഡലം വരുന്നത്? മെക്കാനിക്കലല്ലേ ശിലാമണ്ഡലം വന്നത്. സോ ഭൂവൽക്കം, ഇത് ഭൂവൽക്കം, ഇത് ഭൂവൽക്കം. അതിൻ്റെ താഴെ ഇത് ഭൂവൽക്കം. അതിൻ്റെ താഴെ എന്തുണ്ട്? മാൻഡിലുണ്ട്. ഈ മാൻഡിലിനെ നമ്മൾ എത്രയായി തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. എന്താണ്? ഉപരിമാൻഡിലും അതേപോലെ തന്നെ അധോമാൻഡിലും. ഭൂവൽക്കത്തെയും ഉപരിമാൻഡിലിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ശിലാമണ്ഡലം. അതിന്റെ താഴെയാണ് ഏതുള്ളത്? അസ്തനോസ്ഫിയർ ഉള്ളത് അല്ലേ? ക്ലിയർ. അതിന്റെ തൊട്ട് താഴെയാണ് ഏതുള്ളത്? മീസോസ്ഫിയർ ഉള്ളത്. അതിനുശേഷം കോറിന്റെ ആ ഏരിയ ആണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? ബാരിയോസ്ഫിയർ എന്ന് എന്ത് ചെയ്തത്? അറിയപ്പെട്ടത്. ഇവിടെ എന്താണ് ചോദിച്ചത്? ശിലാമണ്ഡലത്തെ പറ്റിയാണ് ചോദിച്ചത്. ശിലാമണ്ഡലത്തെ കുറിക്കുന്നത്. ശിലാമണ്ഡലം പറയുമ്പോൾ ഭൂവൽക്കവും ഉപരിമാൻഡിലും, ഭൂവൽക്കവും ഉപരിമാൻഡിലും. ഇവിടെ എന്താണ് നടക്കുന്നത്? ഉപരിമാൻഡിലും അധോമാൻഡിലും അല്ല. ഭൂവൽക്കവും കാമ്പും അല്ല. കാമ്പും മാൻഡിലും അല്ല. ഭൂവൽക്കവും ഉപരിമാൻഡിലും. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തിലോട്ട് പോവാം. 2800 കിലോമീറ്റർ ആഴം മുതൽ കാമ്പിന്റെ ന്യൂക്ലിയസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗം. നമ്മൾ നോക്ക് സാറേ, 2900 മുതലല്ലേ 2800 കിലോമീറ്ററാണ് ബാരിയോസ്ഫിയർ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗം അറിയപ്പെടുന്നത് നോക്ക് ബാരിയോസ്ഫിയർ എന്നല്ലേ നമ്മൾ പറഞ്ഞല്ലേ? ബാരിയോസ്ഫിയർ എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ചോദിക്കും സാറേ 2900 വരെ മാൻഡിലല്ലേ, അതിൻ്റെ താഴോട്ടല്ലേ? എടാ അതിന് കുറച്ച് മുകളിലോട്ട് ഉണ്ട്. ഓക്കെ, തൊട്ട് താഴെയുള്ളത് ഏതാണ്? ബാരിയോസ്ഫിയർ ആണ്. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. മീസോസ്ഫിയർ അതിൻ്റെ തൊട്ട് എവിടെയാണ്? മുകളിലുള്ളതാണ്. ക്ലിയർ. ശരി, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇന്നർ മോസ്റ്റ് സോൺ ഓഫ് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് എക്സ്റ്റെൻഡഡ് ഫ്രം 2800 കിലോമീറ്റർ ഡെപ്ത് ടു ദ ന്യൂക്ലിയസ് ഓഫ് ദ കോർ ഈസ് ടേംഡ് ആസ് ബാരിയോസ്ഫിയർ. ക്ലിയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കിക്കോ, ഇത് വേവ്സുമായി ബന്ധപ്പെട്ടാണ്. ഇത് നോക്കി ഇതിന് ഉത്തരമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതാണ് കറക്റ്റ് എന്നാണ്. ദ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ ഈസ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. ആ ഒരു ട്രാൻസിഷൻ സോൺ അത് ഏതാണ്? മോഹോ ഡിസ്കണ്ടിന്യൂറ്റി ആണ് എന്നാണ് പറയുന്നത്. അടുത്ത് നിഫെ ഈസ് ദ ലെയർ ഇൻ ദ മാൻഡിൽ. നിഫെ മാൻഡിലാണോ? അല്ല. അടുത്തത് അപ്പർ മാൻഡിൽ ഈസ് ദ മോൾട്ടൺ സ്റ്റേറ്റ്. അപ്പർ മാൻഡിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ എന്നാണ് പറയുന്നത്. അല്ല. അപ്പർ മാൻഡിൽ ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ് അല്ലേ? അപ്പർ മാൻഡില് ഖരാവസ്ഥയിലാണ്. ക്ലിയർ ആയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ആദ്യത്തെ 2 തെറ്റല്ലേ? അപ്പം നമ്മൾ ഏത് എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒന്ന് ശരിയായിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ എന്തില്ല? ഉത്തരവില്ല. ക്ലിയർ ആയോ? ക്ലിയർ. അപ്പം നിങ്ങൾ ചോദിക്കും സാറേ ട്രാൻസിഷൻ സോണിനെ അല്ലേ സാർ എന്തെന്ന് പറഞ്ഞത്? നമ്മുടെ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞത് എന്ന് വെച്ച് ലിത്തോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴെയുള്ള ആ ഒരു സോണാണ്. അതാണ് നമ്മുടെ അതിൻ്റെ നമ്മൾ എന്താണ്? അസ്തനോസ്ഫിയർ. അങ്ങനല്ല, കറക്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അവിടെ ഒരു ട്രാൻസിഷൻ സോൺ ഇതിൻ്റെ ഇടയിലല്ലേ ഉള്ളത്. കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം കേസ്. അപ്പോൾ ഉത്തരവില്ല അതിന്. അതെവിടെ നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദി ഇന്റീരിയർ ഓഫ് ദി എർത്ത്. അതായത് ഇന്റീരിയർ, ഭൂമിയുടെ ഇന്റീരിയറിനെ പറ്റി മനസ്സിലാക്കാനുള്ള സോഴ്സ് ഏതെന്നാണ് ചോദിച്ചത്. പ്രൈമറി, സെക്കൻഡറി, സർഫസ് വേവ്, ലവ് വേവ്. എല്ലാം വെച്ച് നമുക്ക് അറിയാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പോൾ ഇതിനെന്തില്ല? ഉത്തരമില്ല. ക്ലിയർ. അടുത്ത് നോക്കിക്കോ. വിച്ച് ഓഫ് ദ നമ്മൾ ചെയ്തതാണ്, ബാക്കിയുള്ള എല്ലാം ചെയ്തതാണ്. ഇത് നോക്ക്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. കറക്റ്റ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് എർത്ത് ക്രസ്റ്റ്? എർത്തിന്റെ ക്രസ്റ്റുമായി ബന്ധപ്പെട്ട കറക്റ്റായുള്ള കേസ്. ദ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിന്നർ ആസ് കമ്പയർഡ് ടു ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് വലുതും ഓഷ്യാനിക് ക്രസ്റ്റ് ചെറുതും എന്നാണ് പറയുന്നത്. ശരിയല്ലേ? കനം കൂടിയത് ഏതിലാണ്? നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിലാണ്. കനം കുറഞ്ഞത് ഏതിലാണ്? ഓഷ്യാനിക്കിലാണ് അല്ലേ? ഓഷ്യാനിക്ക് കനം കുറവും കോണ്ടിനെന്റൽ കനം കൂടുതലുമാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ഇൻ ദ ഏരിയ ഓഫ് മേജർ മൗണ്ടൻ റീജിയൻ. മൗണ്ടൻസ് വരുമ്പോഴത്തേക്കും കോണ്ടിനെന്റൽ ക്രസ്റ്റ് കുറച്ചും കൂടെ തിക്കർ ആണ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ? അതായത് നമ്മൾ നോക്കുമ്പോൾ ഓഷ്യാനിക്ക് കട്ടി കുറവും കോണ്ടിനെന്റിൽ കട്ടി കൂടുതൽ. കോണ്ടിനെന്റിൽ തന്നെ ഏറ്റവും കട്ടി കൂടുതൽ എവിടെയാണ്? പർവ്വത മേഖല. നമ്മൾ അപ്പർ ക്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത്. അടുത്തത് ക്രസ്റ്റ് ഹാസ് ഹയർ ഡെൻസിറ്റി ദൻ മാൻഡിൽ. മാൻഡിലിനേക്കാൾ ഡെൻസിറ്റി ക്രസ്റ്റിനുണ്ട്. അല്ല. തെറ്റാണ് അല്ലേ? മാൻഡിലിനേക്കാൾ ഡെൻസിറ്റി ക്രസ്റ്റിനുണ്ടോ? ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏരിയ ഇത്രയും കിടക്കുകയല്ലേ? സോ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ എന്തെന്ന് പറയാം? 1ഉം 2ഉമാണ് ശരി. നിങ്ങൾ സിംപ്ലി ആലോചിച്ച് നോക്കട. താഴോട്ട് പോകുമ്പോൾ അവിടെ ക്രസ്റ്റിനേക്കാൾ ഡെൻസിറ്റി, കാരണം മാൻഡിൽ ഇത്രയുണ്ട് അല്ലേ? ക്രസ്റ്റിനേക്കാൾ ഡെൻസിറ്റി ആർക്കുണ്ട്? അവിടെ മാൻഡിലിന് ഉണ്ട് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അടുത്ത് നോക്കിക്കോ.
ഉത്തരവാണ് ഇത്. ഡിസ്കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? ഡിസ്കണ്ടിന്യൂറ്റിയിൽ ശരിയായിട്ട് യോജിപ്പിക്കാനാണ്. നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച കോഡുകൾ നിങ്ങളോട് എഴുതി വയ്ക്കാതെടാ. മനുഷ്യന് ട്രസ്റ്റ് ആണ് മോഹം. മനുഷ്യന് ട്രസ്റ്റ് ആണ് മോഹം. അതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ? അപ്പോൾ മാൻഡില്, ക്രസ്റ്റ്, മൊഹറോവിക്ക്. അടുത്ത് നമ്മൾ പഠിച്ചു മനുഷ്യൻ കുട്ടനായിട്ടിരിക്കുമ്പോൾ കുട്ടൻ അഥവാ ഗുട്ടനായിട്ടിരിക്കുമ്പോൾ കമ്പ് വെച്ച് എന്ത് ചെയ്യും? അടി കിട്ടും അല്ലേ? ഇനി മനുഷ്യന്മാർക്കിടയിലാണ് എന്തുള്ളത്? റെപ്യൂട്ടേഷൻ ഉള്ളത്. അടുത്ത ഞാൻ പറഞ്ഞതാണ് നമ്മുടെ കോണ്ടിനെന്റിൽ ക്രസ്റ്റ്, നമ്മുടെ കോണ്ടിനെന്റിലാണ് കൊണാർഡ് അല്ലേ? കോണ്ടിനെന്റില് കൊണാർഡ്. അടുത്തത് കാമ്പ് എന്ന് വെച്ചാൽ കോറുകൾക്കിടയിൽ ഉള്ളത് ഏതാണ്? മാമൻ അല്ലേ? ലെമാൻ. ഇനി ഇതിൽ നോക്കി നോക്കുക. കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കാരണം ഇത്രയും നേരം ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനിൽ ഞാനൊന്ന് ഡൗൺ ആയിടാം. സോ നോക്കിക്കോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ട്രസ്റ്റ്, മോഹം. സോ ക്രസ്റ്റും മാൻഡിലും അതേതാണ്? മൊഹറോവിക്കാണ്. അടിച്ചു കയറ്റി കൂടിയ മൊഹറോവിക്കില്ലോട്ട്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ഏന്ന് കിട്ടി? 1 A ആണ്. അടുത്ത് നോക്കിക്കോ. അടുത്ത ഏതാണ്? നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റ്. അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും. ക്രസ്റ്റുകൾക്കിടയിൽ ഏതാണ്? ഗൊണാർഡാണ് അല്ലേ? ക്രസ്റ്റുകൾക്കിടയിൽ ഗൊണാർഡാണ്. സോ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും ഗൊണാർഡാണ്. അടുത്തത് മാൻഡിലും കോറും. നമുക്ക് നോക്കാം. മാൻഡില് ഗുട്ടന് കമ്പ് വെച്ച് അടി കിട്ടി. മാൻഡിലും കോറും ഗുട്ടൻബെർഗ്. അടുത്തത് ഔട്ടർ മാൻഡിൽ ആൻഡ് ഇന്നർ മാൻഡിൽ. മാൻഡിലിൽ മനുഷ്യന്മാർക്കിടയിലാണ് റെപ്യൂട്ടേഷൻ ഉള്ളത്. റെപ്പിറ്റി. അപ്പോൾ 1 A ആണ്. അതായത് A ഏതെങ്ങനെ എഴുതുന്നത്? തിരിച്ചാണല്ലേ? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ഏതാണ്? B 4 ആണ്. അതിനുശേഷം C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് 2 ആണ്. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലേ? ഇതാ കിടക്കുന്നു. A3 B4 ഈ ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടുതരാം. അപ്പോൾ നമ്മൾ PYQs ഒക്കെ നോക്കിയിട്ടുണ്ടാ. ഇനിയും ഉണ്ട് PYQs. അത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടുതരാം. കാരണം ഒരുപാട് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ടെലഗ്രാം ചാനലിൽ ബാക്കിയുള്ള PYQസും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. സോ നമ്മുടെ ഭൂമിയുടെ ഘടന, സ്ട്രക്ചർ ഓഫ് ദി എർത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഇതുവരെ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് എന്ത് ചെയ്യുക? അറിയിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് കൂട്ടുകാരിലോട്ടും കൂടെ ഈ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്